നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ദന്ത സംരക്ഷണവും മുഖസൗന്ദര്യ വർദ്ധക ചികിത്സാ രീതികളെ കുറിച്ചാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മോടൊപ്പമുള്ളത് കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഡോക്ടർ വിമൽ രാജാണ്. അപ്പോൾ നമുക്ക് ഡോക്ടറിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈ ഒരു സർജറി അല്ലെങ്കിൽ മാക്സിലോഫേഷ്യൽ സർജറി അത്ര പരിചിതമല്ല. നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് നമുക്ക് എന്താണ് ഈ ഒരു മാക്സിലോഫേഷ്യൽ സർജറി എന്ന് ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ എന്താണെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് ഈ മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറഞ്ഞത്? ആക്ച്വലി മാക്സിലോഫേഷ്യൽ സർജറി എന്ന് വെച്ചാൽ നമ്മുടെ ഡെന്റിസ്ട്രിയുടെ ഒരു ഭാഗമാണ്. ഡെന്റിസ്ട്രിയിൽ തന്നെ ഒരു 8 വിഭാഗമുണ്ട്. അതിൽ 6 വിഭാഗം സർജിക്കലും 2 വിഭാഗം നോൺ സർജിക്കലാണ്. അതിൽ 6 വിഭാഗത്തിൽ ഒന്നാണ് നമ്മുടെ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. അത് നമ്മൾ പ്യുവർലി സർജിക്കൽ ഡിപ്പാർട്ട്മെന്റാണ്. നമ്മൾ പല്ലിനെ പറ്റിയും പിന്നെ പല്ലിരിക്കുന്ന എല്ലിനെ, അതായത് പല്ല് സംരക്ഷിക്കുന്ന എല്ലിനെ പറ്റിയും അതിന്റെ ചികിത്സാ രീതികളെ പറ്റിയാണ് ഈ കൂടുതലും മാക്സിലോഫേഷ്യൽ സർജറി ഡീൽ ചെയ്യുന്നത്. നമ്മൾ കൂടുതലും പല ഫീൽഡിലേക്ക് ഈ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ പല നൂതന സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്മുടെ ട്രോമ, അതായത് ആക്സിഡന്റ് കേസുകൾ, അതിലെ എല്ലുകൾ പൊട്ടുന്ന അതെല്ലാം നമ്മളാണ് ട്രീറ്റ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മളെ ക്ലെഫ്റ്റ് ലിപ്പ് പാലേറ്റ്, അതായത് മുച്ചുണ്ട്, മുച്ചിരി, അതിനെ സർജറി ചെയ്യും. പിന്നെ ക്യാൻസർ റിലേറ്റഡ് സർജറിയും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന സർജറി, അതായത് നമ്മുടെ സ്കാറുകൾ, പിന്നെ നമ്മുടെ മുഴകൾ, അതെല്ലാം ട്രീറ്റ് ചെയ്യുന്ന എല്ലാം ഈ മാക്സിലോഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഒരു വിഭാഗം പറഞ്ഞു മാക്സിലോഫേഷ്യൽ സർജറി. ഓറൽ വിഭാഗത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓറലി സാധാരണ ഓറലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് കേടുവന്ന പല്ലുകളാണ്. കേടുവന്ന പല്ലാണ് സാധാരണ എല്ലാവർക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്ന അസുഖം. പക്ഷെ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ് പല രീതിയിൽ സ്പ്രെഡ് ചെയ്യാം. അതായത് ടീത്തിൽ നിന്ന് ഫോർ എക്സാമ്പിൾ കീഴ്ത്താടിയിലെ പല്ലുകളാണെങ്കിൽ അത് നെക്കിലേക്കും ഇൻഫെക്ഷൻ, അതായത് പഴുപ്പ് ഉണ്ടായി നെക്കിലേക്ക് പോവാം. മേൽത്താടിയിലെ പല്ലുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാണെങ്കിൽ അത് മേലോട്ട്, അതായത് ബ്രെയിനിലേക്കും അഥവാ മോണയുടെ മുകളിലത്തെ, അതായത് മേൽത്താടികളിലെ മോണയിലേക്കുമുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഓറലി കൂടുതൽ വരുന്നത്. പിന്നെ നമ്മൾ ക്യാൻസർ റിലേറ്റഡ് കാര്യങ്ങൾ, അതായത് ടൊബാക്കോ യൂസ് അതുകൊണ്ടുള്ള ഓറലി പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ആക്സിഡന്റ്, എല്ലുകൾ പൊട്ടുന്ന, അതൊക്കെയാണ് നമ്മൾ കൂടുതലും ട്രീറ്റ് ചെയ്യുന്നത്, ഓറൽ മാക്സിലോഫേഷ്യൽ സർജറി ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ സാറേ, നമസ്കാരം സാറേ. നമസ്കാരം. സാറേ, എന്റെ സിസ്റ്ററിന്റെ കാര്യം ചോദിക്കാനാണ് കേട്ടോ. സിസ്റ്റർ ഒരു മാസത്തിന് മുമ്പ് പല്ലിന്റെ പോട് അടച്ചായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആ പോട് അടച്ചതിന്റെ മേളിൽ കൂടെ മാംസം ഇങ്ങനെ വളർന്നു വരുന്നത്, നല്ല വേദനയും ഉണ്ട് ആൾക്ക്. അങ്ങനെ വേറെ പ്രശ്നങ്ങളുള്ളതാണോ? അത് ആക്ച്വലി എത്ര വയസ്സുണ്ട് സിസ്റ്റർക്ക്? 36 വയസ്സ്. 36 വയസ്സിൽ അടച്ചിട്ട് എത്ര നാളായി? ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു മാസം. അവിടെ വേദനയുണ്ടോ? ഇപ്പൊ ഇന്നലെ മുതൽ ഒരു ചെറിയ പെയിനായിട്ട് തുടങ്ങി അങ്ങനെ പെയിൻ ആക്കിട്ടിങ്ങനെ അത് അറിഞ്ഞപ്പോ മുതൽ അങ്ങനെ ഒരു വേദന കൂടുന്നുണ്ട്. ഏത് ഭാഗത്ത്, അതായത് അണപ്പല്ലാണോ അതോ അണപ്പല്ലാണ്? താഴത്തെ ആണോ കീഴ്ത്താടിയല്ലേ? വെള്ളത്തെ പല്ലാണ് അല്ലെ? അപ്പോഴത് ആക്ച്വലി എത്ര സിറ്റിങ്ങിലൂടെയാണ് അത് അടച്ചത്? അത് ആക്ച്വലി നമ്മൾ എക്സ്റേ എടുത്തിട്ടാണോ അത് ചെയ്തത്? എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ് ചെയ്തത്. എക്സ്റേ എടുത്തായിരുന്നു? എടുത്തായിരുന്നു, എക്സ്റേ എടുത്തിട്ടാ ചെയ്തത്. അത് ഏത് രീതിയിൽ അടച്ചെന്നുള്ള കാര്യം അറിയാം? റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് അടച്ചതാണോ അതോ സാധാരണ രീതിയിൽ അടച്ചു? അത് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ വേണം. അത് കുഴപ്പമില്ല, മാംസം വളരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ ഈ മോണയുടെ ഓവർ ഗ്രോത്ത് കാരണം അങ്ങനെ വരുന്നതാണ് കേട്ടോ. ആ സൈഡ് കൂടുതൽ ഉപയോഗിച്ചാൽ അങ്ങനെ വരും, ഇറിറ്റേഷൻ കാരണം അങ്ങനെ വരാം കേട്ടോ. ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വരും. അതെന്ന് പറഞ്ഞാൽ ആ സൈഡിൽ നിന്ന് ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കാണിക്കണമെന്ന്. അവിടെ ചില ഈ ആ മോണയുടെ ഭാഗത്തുള്ള ഇറിറ്റേഷൻ കാരണമാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അവിടെ കടി കൊണ്ട് മുറിവ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണിക്കണം കേട്ടോ. ആ ഒരു ഭാഗത്ത് അത് പേടിക്കാനായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു കാണിക്കുന്നത് നല്ലതാണ്. ഒരു മാസമായില്ല. അപ്പൊ ഇത് വന്നിട്ട് എത്ര നാളായി ഈ മോണ മുകളിലേക്ക് വളർന്ന്? അത് ഇപ്പൊ 2 ദിവസമായതേ ഉള്ളൂ. 2 ദിവസമായുള്ളൂ. നമുക്കൊന്ന് ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതായിട്ട് ഉപ്പുവെള്ളം കൊള്ളുക കേട്ടോ. ഒരാഴ്ച കൊള്ളു നോക്കുക, എന്നിട്ടും കുറവില്ലെങ്കിൽ കാണിക്കണം. ഓക്കെ. ശരി. ഓക്കെ.
അപ്പോൾ ഡോക്ടർ, പണ്ടൊക്കെ കുട്ടികളിൽ മുച്ചുറി വരുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അതിനൊരു ചികിത്സയില്ലാതെ ഇത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് കുറെ ചികിത്സാ രീതികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ട് എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി മുച്ചുറി നമ്മുടെ മെഡിക്കൽ കണക്ക് പ്രകാരം ആക്ച്വലി നമ്മുടെ രാജ്യത്തെ ഒരു 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ ഏകദേശം 1-2 പേർക്ക് മുച്ചുണ്ട്, അല്ലെങ്കിൽ മുച്ചിറി, അല്ലെങ്കിൽ അണ്ണാക്കിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആക്ച്വലി അത് ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഉണ്ടാവാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഈ രക്തബന്ധമുള്ളവരായിട്ടുള്ള കല്യാണം, അതായത് നമ്മുടെ മുറപ്പെണ്ണുങ്ങളായിട്ട് അങ്ങനത്തെ ഒരു കല്യാണം ഉണ്ടായാൽ അതിലുണ്ടാവുന്ന കുട്ടികൾക്ക് വരാം. പിന്നെ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മമാര് പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വരാം. പിന്നെ ജനിതകമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് സാധാരണ വരുന്നത്. അപ്പൊ സാധാരണ ഈ പല രീതിയിലായി ഈ അസുഖം കാണുന്നത്. കാരണം നമുക്കപ്പോൾ സ്കാനിങ് ഒരു 20 ആഴ്ച, അതായത് 5 മാസത്തിനുള്ള അനോമലി സ്കാനിങ് ഉണ്ട്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ചുണ്ടുള്ള. പക്ഷെ നമുക്ക് ചികിത്സ കുഞ്ഞ് പുറത്ത് വന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഡിഫക്റ്റ് ആണ്. അപ്പൊ മെയിനായിട്ട് നമുക്ക് കാണുന്ന വെച്ചാല് മുച്ചുണ്ട് മാത്രമായിട്ട് വരാം, അണ്ണാക്ക് മാത്രമായിട്ട്, രണ്ടും കൂടെ ചേർന്ന് വരാം. യൂഷ്വലി ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇടത് സൈഡുള്ള മുച്ചുണ്ടുകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിൽ ആക്ച്വലി പണ്ട് കാലത്ത് ഇങ്ങനെ ചികിത്സകൾ കുറവായിരുന്നു, സത്യമാണ്. ചികിത്സ ആക്ച്വലി നമ്മുടെ കണക്ക് പ്രകാരം നമ്മുടെ ചൈനീസ് ആൾക്കാരാണ് കൂടുതൽ ആദ്യമായിട്ട് തുടങ്ങിയത്. ആക്ച്വലി അവര് മുച്ചിറി നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം ഡിഫക്റ്റ് ആയതുകൊണ്ട് അത് മസിലിന്റെയും ബോണിന്റെയും കൂടെ പ്രശ്നമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആ മാംസം കൂടിച്ചേർത്ത് തുന്നിച്ചേർത്ത് വിടുകയാണ് പണ്ട് ചെയ്തിരുന്നത്. പക്ഷെ അത് ഒരു സക്സസ്ഫുൾ അല്ലായിരുന്നു. ഡോക്ടർ, നമുക്ക് വീണ്ടും കോൾ എത്തിയിരിക്കുകയാണ്. ആരാണെന്ന് നോക്കാം. ഓക്കെ. ഹലോ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എന്റെ കൊച്ചുമോക്ക് എത്ര വയസ്സുണ്ട്? സെക്കൻഡിൽ പഠിക്കുവാണ്. അല്ല, വയസ്സ് സെക്കൻഡിൽ പഠിക്കുക. സെക്കൻഡില് വയസ്സ് 11 വയസ്സ്. 11 വയസ്സായി. ഓക്കെ. സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണോ? സെക്കൻഡ് സ്റ്റാൻഡേർഡ് 10 വയസ്സല്ലല്ലോ. 6 ആയിരിക്കും. 6 വയസ്സായിരിക്കും. നമുക്ക് വയസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പല്ലിന്റെ ചികിത്സ 9 വയസ്സുണ്ടാവും. ഓക്കെ, ആയിക്കോട്ടെ. 9 വയസ്സുണ്ട്. ഫസ്റ്റ് LKG UKG കഴിഞ്ഞപ്പോ ഫസ്റ്റ് സെക്കൻഡായി. ഓക്കെ, പറഞ്ഞോളൂ. അതായത് അണപ്പല്ല്, ഈ പെർമനന്റ് പല്ലില്ലേ, പെർമനന്റ് പല്ല് അതൊക്കെ പോടുണ്ട്. അത് പോട് കൊണ്ട് കാണിച്ചപ്പോ അവരെ റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ മൂക്ക് ഇപ്പൊ വേദന കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. എടുത്ത് കളയണോ അതോ റൂട്ട് കനാൽ ചെയ്താൽ മതി അറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത്. ഏറ്റവും അറ്റത്തെ അണപ്പല്ലാണോ ഏറ്റവും അവസാനത്തെ പല്ലാണോ ഇപ്പൊ വന്നതിൽ? ഏറ്റവും അവസാനം അയാളത്തി മധുരമൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. അത് ആക്ച്വലി നമുക്ക് ആ ജീവിതകാലം മുഴുവൻ വേണ്ടുന്ന പല്ലാണ് കേട്ടോ. അത് പെർമനന്റ് ടീത്താണ്. അത് നമുക്ക് സേവ് ചെയ്യണം. അപ്പം ആ പല്ല് നമുക്ക് റൂട്ട് കനാൽ ചെയ്ത് തന്നെ ചികിത്സിച്ച് അതിൽ ക്രൗൺ ഇട്ട് സംരക്ഷിക്കണം കേട്ടോ. അതിപ്പോ ഡോക്ടർ പറഞ്ഞപ്പോ റൂട്ട് കനാല് ചെയ്യണം ആദ്യം പറഞ്ഞത്. അത് തന്നെ ചെയ്യണം. അതാണ് ഇപ്പൊ പറയാൻ എടുക്കണമെന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു എടുക്കണമെന്ന്? ഡോക്ടറാ പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നത് അതിന്റെ ആ പല്ലിന്റെ ഘടന, അതെന്തായത് പല്ല് ഒരുപാട് കേടായി പോയിട്ടുണ്ടോ? ഒരുപാട് കേടായി പോയി. ഫുള്ള് പോയെങ്കിൽ നമുക്കത് എക്സ്റേ ഒക്കെ നോക്കണം. എക്സ്റേ എടുത്തല്ലോ അല്ലേ? നമുക്ക് അത് ശരി റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ അതിൽ ക്യാപ്പ് കൂടെ വന്നാൽ, അതായത് നമ്മൾ അതിന്റെ ക്രൗൺ എന്ന് പറയും, ക്യാപ്പ് ഇടണം. ക്യാപ്പ് കൂടെ ഇട്ടാലേ അതിന്റെ ചികിത്സ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോഴേ ഈ ക്യാപ്പ് ഇടാനുള്ള പല്ലിന്റെ ഘടന അവിടെ വേണം. മനസ്സിലായി? അപ്പൊ പല്ലിന്റെ കുറച്ച് ഭാഗമെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് അതിൽ ക്യാപ്പ് ഇടാൻ പറ്റത്തുള്ളൂ. മൊത്തം പോയിട്ടില്ല. ഈ പോടെന്നേ ഉള്ളൂ. പോടെന്ന് പറഞ്ഞാല് അത് പല രീതിയിലുണ്ട് സാർ. അത് നമുക്കത് എടുക്കണമെന്ന് പറഞ്ഞെങ്കില് പല്ലിന്റെ ഘടനയുടെ കുറവ് കാരണമായിരിക്കാം എടുക്കണമെന്ന് പറഞ്ഞത്. അത് നമുക്ക് കണ്ടാലേ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പല്ലിനെ സേവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം എടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. കുറച്ചെങ്കിലും നമുക്ക് പല്ലിന്റെ ഘടന ഉണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതാണ് ഈ പെയിൻ വരുന്നത്. അതുകൊണ്ട് ഗുളിക കണ്ടിന്യൂ എത്ര ദിവസം കഴിച്ചു ഗുളിക? ആ ഭാഗത്ത് നീർക്കെട്ടോ അതോ നീരൊന്നുമില്ല, വേദനയാണ്? ഓക്കെ. നൈറ്റ് ആണോ വേദന, രാത്രിയാണോ?
ആണല്ലേ? അപ്പൊ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ ഗുളിക നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് അത് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അതിന്റെ വേണ്ടതായ ചികിത്സ ചെയ്യണം കേട്ടോ, എത്രയും പെട്ടെന്ന്. കാരണം ഇത്രയും ചെറുപ്രായമല്ലേ നമുക്കപ്പം പെർമനന്റ് ടീത്ത് നമുക്ക് ലൈഫ് ലോങ് വേണ്ടുന്ന പല്ലാണ്. ആ രീതിയിലുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് ചെയ്യാം. ഓക്കെ ഓക്കെ. ഡോക്ടർ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മുച്ചിറിയെ കുറിച്ചായിരുന്നു. അതിന്റെ ചികിത്സാ രീതിയിൽ എത്തിയില്ലായിരുന്നു. അതിനെക്കുറിച്ച് തുടർന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ ആകെയുള്ളൊരു ഓപ്ഷൻ. അത് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ഒരു 5 മാസം ആകുമ്പോഴുള്ള സ്കാനിലൂടെ നമുക്കത് കണ്ടെത്താൻ കഴിയും. പിന്നെ കുഞ്ഞിന്റെ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു 6 months അല്ലെങ്കിൽ ഒരു 5 to 6 months അല്ലെങ്കിൽ 3 to 5 monthsനുള്ളിൽ നമുക്ക് ചുണ്ടിന്റെ സർജറി ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതിനു മുമ്പായിട്ട് കുട്ടികളെ കൂടുതലായിട്ട്, അതായത് കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്ന ന്യൂട്രീഷനാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിന്റെ ഭാഗം ജോയിൻ ആകത്തുണ്ട്. മുല കൂട്ടാൻ അമ്മമാർക്ക് പാടായിരിക്കും, മുലപ്പാൽ കുടിക്കാൻ കുഞ്ഞിനും ഭയങ്കര പ്രയാസമായിരിക്കും. അത് അതിന്റെ ന്യൂട്രീഷനെ ബാധിക്കാറുണ്ട്. പിന്നെ പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ മരിക്കുന്നതെന്ന്, അതായത് ജീവൻ പോകുന്നതെന്ന് വെച്ചാൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ് അന്നത്തെ കാലത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ കുടിക്കുന്ന, അതായത് നമ്മുടെ ഈ അണ്ണാക്കിലും പ്രശ്നങ്ങളുള്ള കുട്ടി, അതായത് മുച്ചിറിയും അണ്ണാക്കിലെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് മുലപ്പാൽ വലിച്ചു കുടിക്കാൻ കഴിയാറില്ല. കുടിച്ചാൽ തന്നെ അത് ലങ്സിലേക്ക് പോവാം, മൂക്കിൽ നിന്നുള്ളത് മൂക്കിലൂടെ പുറത്ത് വരാം. അങ്ങനെ നിമോണിയ എന്ന് പറഞ്ഞ മാരകമായ രോഗങ്ങൾ വന്നിട്ടാണ് അന്നത്തെ കാലത്ത് മരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിൽ അഡ്വാൻസ് സർജറീസ് എല്ലാം വന്നിട്ടുണ്ട്. പല പല ഫോറിൻ കൺട്രീസ് ഒരുപാട് അഡ്വാൻസ്മെന്റ് സർജറീസ് നമ്മുടെ ഇവിടെ തന്നെ പല ഹോസ്പിറ്റലിലും ചെയ്യുന്നുണ്ട് അതിന്റെ സർജറി. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസത്തിനുള്ളിൽ നമുക്ക് കുഞ്ഞിന്റെ ചുണ്ടിന്റെ സർജറി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അണ്ണാക്കിന്റെ സർജറി ഒരു 1.5 വയസ്സിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മുച്ചിലിയുടെ പ്രശ്നങ്ങൾ അടിയിലുള്ള ബോണിനെ, അതായത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലുകളെ, അതായത് മേൽത്താടി എല്ലിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. പിന്നെ മൂക്കിനെയും. അപ്പൊ എല്ലാത്തിന്റെയും ഒരു ഘടനയുടെ വ്യത്യാസം ഉണ്ടാവും. പല സ്റ്റേജസിലാണ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 6 മാസം മുതൽ 18 വയസ്സ് വരെയാണ് ഇതിന്റെ നമുക്കൊരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാവുന്ന ഈ ക്ലെഫ്റ്റ് ലിപ്പ് പാലറ്റ്, അതായത് മുച്ചിന്റെ വന്ന 18 വയസ്സ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. കറക്റ്റ് ആയിട്ട് അത്രയും പ്രശ്നങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് പ്രശ്നം നമ്മൾ ചുണ്ടും അണ്ണാക്കും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡെന്റൽ പ്രശ്നങ്ങളാണ്. അതായത് പല്ലിന്റെ പ്രശ്നം, പല്ലിന്റെ നിര കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. കാരണം ചുണ്ട് വരുമ്പോൾ അതിന്റെ ഘടന മാറും, അണ്ണാക്കിലെ പ്രശ്നം കൊണ്ട് ഘടന മാറും. അതായത് മേൽത്താടിയലിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മേൽത്താടിയലിന് പൊതുവെ നമ്മുടെ കീഴ്ത്താടിയലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മുന്നോട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ ഒരു വളർച്ചക്കുറവ് മൂലം മേൽത്താടിയലിന് കീഴ്ത്താടിയലിനേക്കാളും വളർച്ച കുറഞ്ഞിട്ട് അതിന്റെ ഷേപ്പ്, അതായത് നമ്മുടെ മുഖം തന്നെ പതിഞ്ഞ പോലെ ഒരു ഫീലിംഗ് ആണ്. കാരണം നമ്മൾ വളർന്നു വരുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ മൂക്കിനെയും ചുണ്ടിനെയും പല്ലിനെയും അത് ബാധിക്കും. അപ്പം ചുണ്ടിന് നമ്മൾ സർജറി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് പല്ലിന്റെ സർജറി, നമ്മുടെ പല്ലിൽ കമ്പിയിട്ട് അത് നമുക്കൊരു 10 വയസ്സ് 14 വയസ്സിനകത്ത് പല്ലിന്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ആ പല്ലും നമ്മുടെ എല്ലും ചേരുന്ന ഒരു സ്ഥലമുണ്ട്, അത് മൂക്കിന്റെ അടിഭാഗമായിട്ട് വരുന്ന ആ സ്ഥലത്ത് എല്ല് വളർച്ച കുറവായിരിക്കും അവിടെ. കാരണം അവിടെ ക്ലെഫ്റ്റ്, അതായത് ആ മുച്ചിന്റെ ചിരിയുടെ ആ ഭാഗമായിട്ട് വരുന്ന ഒരു ഡിഫക്റ്റ് തന്നെയാണ്. അവിടെ നമ്മൾ ഇടുപ്പിൽ നിന്നുള്ള എല്ലെടുത്ത് അവിടെ നമുക്ക് ഫില്ല് ചെയ്യണം. എന്നാലേ നമുക്ക് ആ മാക്സിൽ, അതായത് മേൽത്താടി എല്ലിന്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ, ആകൃതി കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേൽത്താടി എല്ലിന്റെ വളർച്ചക്കുറവ് കാരണം കീഴ്ത്താടി എല്ലിൽ മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഷേപ്പ് നല്ല വ്യത്യാസം വരും. അതിനൊരു സർജറി ഉണ്ട്. അത് കോസ്മെറ്റിക് വിഭാഗത്തിലാണ് വരുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് അകത്തുകൂടെ ചെയ്യുന്നത് ആ സർജറി. അതായത് പുറമെ പാടൊന്നുമില്ല, മേൽചുണ്ടിന്റെ അടിയിൽ കൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് അടിയിലത്തെ എല്ല് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഘടന, മനുഷ്യന്റെ അനാട്ടമി ഒരു ഘടനയുണ്ടല്ലോ, അത് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെയാണ്. മൂക്കാണ് നമ്മുടെ ഏറ്റവും എന്തുവാണ് നമുക്ക് സൗന്ദര്യം തരുന്നതും. ആള് തന്നെ മാറിപ്പോവും മൂക്ക് ചെയ്യൽ. അപ്പം ആ കാരണം മൂക്കിന്റെ ബേസ് വരുന്നത് ഈ ക്ലെഫ്റ്റ്, അതായത് നമ്മുടെ ഈ മുച്ചിരിയുടെ അടിയിലായിട്ടാണ് വരുന്നത് അതിന്റെ ബേസ്. അപ്പം ബേസേ പോവും. നമുക്ക് ആദ്യമേ ഈ ജനനത്തിൽ തന്നെ ഈ ക്ലെഫ്റ്റിൽ പറ്റുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന്റെ റൈനോപ്ലാസ്റ്റി എന്ന് പറയും ആ സർജറി. അത് ENT ആയിട്ട് കമ്പൈൻ ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ മാക്സിലോഫേഷ്യൽ തന്നെ അതിൽ അവരുമായിട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്യാറുണ്ട്. അതൊരു കോസ്മെറ്റിക് വിഭാഗത്തിൽ വരുന്നതാണ്. അതിന്റെ ഫൈനൽ സർജറി. പിന്നെ വരുന്നുള്ള റിവിഷൻ സർജറീസ് ഉണ്ട്. അപ്പം ആദ്യം നമ്മുടെ ലിപ്പ് ചെയ്തത് ചിലപ്പം ഈ വളർച്ച കഴിഞ്ഞിട്ട്
കുറച്ചുകൂടി ഇനി ഭംഗിയാക്കണോ എന്നുള്ള ചിലർ ചിന്തിക്കും. കൂടുതലും സ്ത്രീകൾക്കാണത് കൂടുതൽ എന്തുവാ മുന്നോട്ട് വരുന്നത് അതിനൊക്കെ. അപ്പൊ നമുക്ക് റിവിഷൻ സർജറി കൂടുതൽ പേഷ്യന്റ് സ്ത്രീകളാണ്, അതായത് പെൺകുഞ്ഞുങ്ങളാണ് കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഫൈനൽ സർജറി റിവിഷൻ സർജറിയാണ്. റൈനോപ്ലാസ്റ്റി ലാസ്റ്റ് സർജറി, അതായത് 18 വയസ്സിന് വരെ. അപ്പം ഒരു പേഷ്യന്റ് നമുക്ക് അത്രയും ഒരു ബന്ധം ഉണ്ടാവും, പിന്നെ നമുക്ക് അത്രയും ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർക്കൊരു ട്രീറ്റ്മെന്റ് നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർ, പെട്ടെന്ന് ഒരു ആക്സിഡന്റിലൂടെ നമ്മുടെ പല്ല് പൊടിഞ്ഞു പോവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക പല സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട്, അത് തന്നെ പല്ലെന്ന് പറയുന്നത് നമ്മുടെ മുഖസൗന്ദര്യത്തിന്റെ പ്രധാന ഘടകം തന്നെയാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, എന്റെ പല്ലിനി എങ്ങനെ തിരിച്ച് എന്റെ പഴയ രൂപത്തിലെത്തും. ഇപ്പോ അതിന് പുതിയ എന്തെങ്കിലും, പണ്ടൊക്കെയാണെന്ന് അല്ലെങ്കിൽ നിറവ്യത്യാസമുള്ള ചിലവർ സ്വർണ്ണപ്പല്ല് വെച്ച് കണ്ടിട്ടുണ്ട്, അതുപോലെ ഇപ്പൊ എന്തെങ്കിലും പുതിയതായിട്ട് അതേ സെയിം ഘടനയും അതേ രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആക്ച്വലി നമ്മുടെ പല്ലിന് 3 ലെയറാണ് ഉള്ളത്. നമുക്ക് ഇനാമൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ഇനാമൽ. പിന്നെ സെക്കൻഡ് ലെയർ ഡെന്റിൻ എന്ന് പറയും, അതാണ് പല്ലിന്റെ യെല്ലോയിഷ് കളർ വരുന്ന ഡെന്റിന്റെ. ഇനാമൽ കൂടുതൽ നമ്മുടെ തേയ്മാനം കൊണ്ട് പോകുമ്പം ഡെന്റിൻ, അതായത് രണ്ടാമത്തെ ലെയർ എക്സ്പോസ് നമ്മുടെ പല്ല് മഞ്ഞായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിന് ഏറ്റവും ലാസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ പൾപ്പ്, അതിനകത്താണ് രക്തക്കുഴലും പിന്നെ ഞരമ്പുകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഈ നമ്മുടെ ആക്സിഡന്റ്, എങ്ങനത്തെ ആക്സിഡന്റ്, ഇപ്പം തട്ടി വീണു പല്ലിന്റെ ഇനാമൽ മാത്രം പോയി, അത് നമുക്ക് അടച്ചെടുക്കാൻ പറ്റും, പക്ഷേ അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ട്. രണ്ടാമത്തെ ലെയർ പോകുമ്പോൾ നമുക്ക് പിന്നെ ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് ചെറിയൊരു വ്യത്യാസം വരും. ചിലപ്പോൾ അത് റൂട്ട് കനാൽ ചികിത്സയിലേക്ക് പോകും. ഡെന്റീൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെയർ ആണ്, ആ ലെയർ ചിലപ്പോൾ പൾപ്പിലേക്ക് അതിന്റെ എക്സ്റ്റൻഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്തിട്ട് ആ പല്ലിനെ ക്യാപ്പിട്ട് നമുക്കത് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ പറ്റും, പഴയ ഘടനയാക്കി എടുക്കാൻ പറ്റും. ക്യാപ്പുകൾ തന്നെ പലതരം ഉണ്ട്. നമുക്ക് സെറാമിക്, പിന്നെ അല്ലാതെ സെറാമിക് പ്ലസ് മെറ്റൽ സെറാമിക് എന്ന് പറയും, അങ്ങനെ ഉണ്ട്. പിന്നെ വേറെ കണ്ടീഷൻ, പല്ല് പൊട്ടുക മാത്രമല്ല, ചിലപ്പോൾ പൂർണ്ണമായിട്ട് പല്ല് ഇളകിപ്പോകാം. അതാണ് ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷൻ. അപ്പൊ അതാരും സഹിക്കാൻ പറ്റില്ല. അത് ആക്ച്വലി അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, വേരിയേഷൻ ഉണ്ട്. നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ ആ പല്ല് നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ എത്തിക്കാൻ സാധിച്ചെങ്കിൽ നമുക്കത് റീഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്, നമുക്ക് എക്സ്റേയും കൂടെ നോക്കണം, ഇൻവെസ്റ്റിഗേഷൻ കൂടെ. കാരണം ആ എല്ലിന്റെ ഘടന അങ്ങനെ തന്നെ, ഈ ഇമ്പാക്റ്റിൽ എല്ലിന്റെ ഘടന പോയെങ്കിൽ നമുക്ക് പല്ല് ഇരിക്കുന്നത്, കാരണം പല്ല് ഇരിക്കുന്നത് തന്നെ എല്ലിന്റെ സപ്പോർട്ടിലാണ്. അപ്പൊ എക്സ്റേയിലൂടെ നമുക്കത് കണ്ടുപിടിച്ചിട്ട് ഇപ്പം ഓക്കെ ആണെങ്കിൽ പല്ല് അപ്പം തന്നെ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാം. തിരിച്ച് ആ ഒരു വന്ന ഭാഗത്ത് തന്നെ തിരിച്ച് വെച്ചിട്ട് നമുക്കത് സ്റ്റേബിലൈസ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ ആ പല്ല് പഴയ സ്ഥിതി തന്നെ പ്രവർത്തനമുണ്ട്. പിന്നെ ചില പല്ലുകൾ ഉറച്ചാലും ചിലപ്പം പല്ലിന് രക്തോട്ട കുറവ് കാരണം പല്ലിന് കളർ ചേഞ്ച് വരാം. അതാണെങ്കിൽ നമുക്ക് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ചെയ്ത് നമുക്ക് സംരക്ഷിക്കാം. ഈ റൂട്ട് കനാൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയായോ, ഇനി റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഒരുപാട് വേദനയാകുമോ, ഇതുകൊണ്ട് റെഡി ആകുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ റൂട്ട് കനാൽ ഇൻഫെക്ഷൻ മൂലമാണോ ഈ റൂട്ട് കനാൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? അതെ, ആക്ച്വലി നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ ആശുപത്രി പോകുമ്പോൾ നമ്മുടെ അപ്പൂപ്പനമ്മൂമ്മടുത്ത് ചോദിച്ചാൽ അറിയാം, പല്ല് കേടുകണ്ട് അപ്പം എടുത്ത് കളയും. പക്ഷേ അത് നമുക്ക് പല്ലിന്റെ നഷ്ടം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഓർലി ഉണ്ടാവും. അത് നമുക്ക് ആൾക്കാർക്ക് അവയർ അല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ തന്നെ ആ ഒരു ഭാഗത്തിന്റെ, അതായത് നമ്മൾ പല്ലാണ് ബലം, നമ്മുടെ ഒരു കടി നാക്കിൽ കൊള്ളുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം വേദനയുണ്ട്. അത്രയും പവറാണ് ആ പല്ലിനുള്ളത്, അത്രയും പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പൊ ഒരു പല്ല് പോകുമ്പോൾ തന്നെ പല്ല് ഇരിക്കുന്ന എവിടെയാണ്, നമ്മുടെ എല്ലിലാണ്. അപ്പൊ ആ എല്ലിലേക്ക് അതിന്റെ ബലം പോകും, അതായത് നമ്മൾ കടിക്കുന്ന ഫോഴ്സ് എല്ലിലേക്ക് പോയിട്ട് ആ ജോയിന്റ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് നമ്മുടെ കീഴ്ത്താടിയെല്ലിന്റെ ജോയിന്റ്, കീഴ്ത്താടിയെല്ലാം മൂവ് ചെയ്യുന്ന ഇല്ല, മേൽത്താടിയെല്ലിൽ പോയാലും പ്രശ്നമാണ്. കാരണം അതും ഈ കീഴ്ത്താടിയെല്ലിനെ എഫക്ട് ചെയ്യും. രണ്ടും കൂടെ കൂടി ചേർന്ന് വർക്ക് ചെയ്താലേ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആൾക്കാർ അവയറല്ല, ഒരു പല്ല് ലോസ് ആകുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂവർ സ്റ്റഡീസിലാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വന്നത്. അത് ഏകദേശം ഒരു 20 years ആയി. അപ്പം പല്ല് നമ്മൾ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. അതായത് കുറച്ച് കേടുണ്ടെങ്കിൽ നേരത്തെ ഒരു വിളിച്ചല്ലോ, റൂട്ട് കനാൽ ചെയ്ത് സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ആ പല്ല് സേവ് ചെയ്ത് ക്രൗൺ ഇട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൗൺ ഇട്ട് സംരക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉള്ള കാലം, അതായത് നമുക്ക് ഈ വെപ്പ് പല്ലിനേക്കാളും ഒറിജിനൽ പല്ല് സേവ് ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരം. എന്നുള്ള വെപ്പ് പല്ലിലും ഏറ്റവും നല്ല സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് എങ്കിലും നമ്മുടെ സ്വന്തം, അതായത് ഓൺ ഒറിജിനൽ ടീത്ത് തന്നെയാണ് അതിൽ ഏറ്റവും ഇപ്പോഴും സക്സസ് ആയിട്ട് നിൽക്കുന്നത്. റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ്മെന്റിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ പറയാം, അത് ഇൻഫെക്ഷൻ ഉള്ള പല്ലുകൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പല്ല് ലോസായി, അതായത് ഒരു പല്ല് പോയിട്ട് സപ്പോർട്ടീവായിട്ട് നമുക്ക് 2 പല്ലുകൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും, വേറെ പല്ല് വെക്കുന്ന കേസാണ് ഞാൻ പറയാം. അതിനും റൂട്ട് കനാൽ ചെയ്ത് നമ്മൾ സംരക്ഷിക്കുന്നതല്ല. റൂട്ട് കനാൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇനി ഭാവിയിൽ വേദന വരാതിരിക്കാൻ വേണ്ടിയാണ് റൂട്ട് കനാൽ ചെയ്ത് സംരക്ഷിക്കുന്നത്. അത് സപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിലാണ് കൂടുതൽ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്.
അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുന്നത്? സാധാരണ നമുക്ക് കേട് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പൾപ്പിലെത്തിയ പോലെ, പൾപ്പ് എന്ന് പറഞ്ഞാൽ പല്ലിന്റെ ഈ രക്തക്കുഴലും പിന്നെ വേദന എടുക്കുന്ന ഭാഗമാണ്. പൾപ്പിലെത്തിയാലേ നമുക്ക് വേദന തുടങ്ങത്തുള്ളൂ. ഡെന്റിയിൽ നിന്ന് രണ്ടാമത്തെ ലെയറിൽ എത്തുമ്പോൾ വേദന വരും. എന്നാലും കൂടുതലും നമുക്ക് ഒരു പഴുപ്പിലേക്ക് പോകുന്നത്, അതായത് ഇൻഫെക്ഷനിലേക്ക് പോകുന്നത് ഈ പൾപ്പിലെത്തുമ്പോഴാണ്. അവിടെയാണ് ഓട്ടം ഉള്ളത്. അപ്പൊ അവിടേക്ക് അണുക്കൾ എത്തുമ്പോഴാണ് ഇൻഫെക്ഷൻ. കൂടുതലും ഇൻഫെക്ഷൻ ആയിട്ടുള്ള പല്ലിലാണ് റൂട്ട് കനാൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ദന്ത സംരക്ഷണവും മുഖസൗന്ദര്യ വർദ്ധക ചികിത്സാ രീതികളെ കുറിച്ചാണ്. അപ്പോൾ ഡോക്ടർ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ തന്നെ ഈ താടിയെല്ലുകളുടെ പ്രശ്നങ്ങൾ, അതിൽ ഉണ്ടാകുന്ന വിടവ്, അങ്ങനെയുള്ളതിനൊക്കെയാണല്ലോ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു സർജറി ആവശ്യമായി വരുന്നത്? മാക്സിലോഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ബോണിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. പ്ലസ് സോഫ്റ്റ് ടിഷ്യൂ, അതായത് മസിലിലേക്ക് നമ്മൾ അതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതലും നമ്മൾ ആ ബോണിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ ബോണിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് ബോൺ ഗ്രോത്ത്, അതായത് നമ്മുടെ എല്ല് വളർച്ച. അത് ഈ മേൽത്താടിയിലും കീഴ്ത്താടിയിലും ഒരേ ഘടനയിലും വേണം വളർന്നു പോകാൻ. അപ്പം ചില പ്രശ്നം, ജനറ്റിക് പ്രശ്നം കാരണം, അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ജനറ്റിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് എല്ല് അമ്മയുടെ ആണെങ്കിൽ പല്ല് അച്ഛന്റെയാണ്, അങ്ങനെയാണ് ജനറ്റിക് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യതിയാനം കാരണം ഇങ്ങനെ എല്ല് വളർച്ച, ചിലർക്ക് പല്ല് വലുതായിരിക്കും, എല്ല് ചെറുതായിരിക്കും. അങ്ങനെ ആ ഒരു ഘടന വ്യത്യാസം വരുമ്പോൾ അതിന്റെ സർജറി, അതായത് കോസ്മെറ്റിക് ആണ് പ്യുവർലി. ഓർത്തോനാറ്റിക് സർജറി എന്നാ പറയുന്നത്. ഓർത്തോഞ്ഞാൽ സ്ട്രെയിറ്റ് ഓർത്തോഞ്ഞാൽ സ്ട്രെയിറ്റ്, ഗ്നാത്തി എന്ന് പറഞ്ഞാൽ ജോ. അപ്പൊ സ്ട്രെയിറ്റ് ജോ സ്ട്രെയിറ്റ് ആക്കുക, അതായത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അതിന്റെ ആ ഒരു വേർഡ് മീനിങ്. അപ്പം അതാണ് നമ്മൾ ഈ വൺ ഓഫ് ദ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറിയുടെ വൺ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് തന്നെ നമുക്കൊരു 3 വിഭാഗമുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രോമ, അതായത് ആക്സിഡന്റ് കേസുകൾ. രണ്ടാമത് പെത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസർ ചികിത്സ, മുഴകൾ, അതിന്റെ ചികിത്സ. മൂന്നാമതാണ് ഈ കോസ്മെറ്റിക് വരുന്നത്. അപ്പൊ ഞാനിപ്പോ പറയുന്ന കോസ്മെറ്റിക് വിഭാഗത്തിൽ വരുന്നതാണ് എല്ല് വളർച്ച. അത് നമുക്ക് പൂർണ്ണമായിട്ടും അകത്തോട് ചെയ്യുന്ന സർജറിയാണ്. ചിലപ്പം സിംഗിൾ ജോ, അതായത് കീഴ്ത്താടിയിൽ മാത്രം വളരുന്ന പേഷ്യൻസ് ഉണ്ടാവാം. അതിന് നമുക്ക് അകത്തോട്ടാക്കാൻ പറ്റും. മേൽത്താടി എല്ല് വളർച്ച കൂടുതലുണ്ടാവും, കുറവുണ്ടാവും. അത് രണ്ടും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് പല്ലിലുണ്ടാകുന്ന കറ, അല്ലെങ്കിൽ പല്ലിലെ നില വ്യത്യാസങ്ങൾ. ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ചായ കുടിക്കുന്നവരിലും പോലെ കാണാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതായത് കൂടുതൽ പുകയില്ല, അതുപോലെ മറ്റ് പാനീയങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ള എന്തെങ്കിലും ചികിത്സകളുണ്ടോ? ഇതിന് ആക്ച്വലി നമ്മൾ ഈ ഫുൾ മൗത്ത് പ്രൊഫൈലാക്സിസ് എന്ന് പറയും. അതായത് നമുക്ക് കറകൾ കളയുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഈ കറകളല്ലാതെ ഈ ബാക്ടീരിയ പിന്നെ വായിലെ ഉമിനീര്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടം, ഇത് തമ്മിൽ ചേർന്ന് കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാവും. അത് പല്ലിൽ സ്റ്റിക്കാനിരിക്കും. ഇത് രണ്ടുമാണ് നമുക്ക് പല്ലിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് കാരണം കേട് വരാം, ഇത് കാരണം പല്ലിന് ബലക്കുറവ് വരാം. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയും. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാം. അത് നമ്മുടെ അതിനുള്ള പ്രത്യേക ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് വെച്ചാൽ വൈബ്രേഷൻ ഫോഴ്സ് വെച്ചിട്ട്, വൈബ്രേഷൻ വെള്ളം വെച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്ത് കളയുന്നത്. അങ്ങനെ ചെയ്താലേ ഈ കറകളെല്ലാം മാറത്തുള്ളൂ. പിന്നെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യാം. അങ്ങനെ പല മെറ്റീരിയലുണ്ട് അതിനു വേണ്ടിയുള്ള ചികിത്സയ്ക്കായുണ്ട്. അതുപോലെ ഈ കുട്ടികളിൽ ഒരുപാട് ഇപ്പോൾ മധുരം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ മധുരം. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മറ്റൊരു കോൾ എത്തിയിരിക്കുകയാണ്. ഹലോ ഹലോ മാഡം പറഞ്ഞോളൂ. സാറേ, ഡോക്ടറെ, ഞങ്ങളുടെ അമ്മയ്ക്കാണെങ്കിലേ 70 വയസ്സുണ്ട്. ഈ പല്ലെല്ലാം കൊഴിഞ്ഞു പോകുന്നു. ഒരു കേടോ ഒന്നുമില്ല. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഡോക്ടറിന് പറയാൻ പറ്റുമോ? അത് അമ്മയുടെ ചെറിയൊരു ഹിസ്റ്ററി എനിക്ക് ആവശ്യമുണ്ട്. അമ്മ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഷുഗറൊക്കെ കുറവാണ് ഡോക്ടറെ. ഒന്നിനും മരുന്ന് അങ്ങനെ പ്രത്യേക കഴിപ്പൊന്നുമില്ല. ഇല്ല. ഇപ്പൊ എത്ര വയസ്സായി? 60ഓ? 60 അല്ല, 70 വയസ്സ്. 70ആയി അല്ലേ? അപ്പം എല്ലാ പല്ലും ആടി ഇളകി പോവുകയാണോ, എന്താണ്? അങ്ങനെ തന്നെ ഡോക്ടറെ. ഓരോ പല്ലുകളും ഇങ്ങനെ ആടി ഇളകി അങ്ങ് പോയി. അതിനകത്ത് പുഴുക്കേടോ ഒന്നുമില്ല അല്ലേ? ശരി. അപ്പം ഷുഗറൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഷുഗറൊക്കെ നോക്കി. അന്നേരം അതൊക്കെ മിനിമമേ ഉള്ളൂ. മിനിമം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ അറിയണം. അത് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതോ അങ്ങനെ ഇപ്പൊ ചെക്ക് ചെയ്തില്ല. ഞങ്ങളുടെ അമ്മ പറയുന്നത് കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് ഇവിടെ ഒരാള് പരിശോധനയ്ക്ക് വന്നു. അന്നേരം പറഞ്ഞത് മിനിമമേ ഉള്ളു, കൂടുതലൊന്നും ഇല്ലെന്ന്. പ്രഷർ ഇത്തിരി
ആക്ച്വലി നമുക്ക് പല്ലുകൾ കേട് പറ്റാതെ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്ന എന്ന് പറഞ്ഞാൽ ഒന്ന് ഏജ് റിലേറ്റഡ്, അതായത് വയസ്സാകുമ്പോൾ നമുക്ക് എല്ല് തേയ്മാനം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ പല്ല് ഇരിക്കുന്ന എല്ലിനകത്താണേ. ഞാനൊരു കാര്യം കൂടെ ഡോക്ടറിനോട് പറയട്ടെ. പറഞ്ഞോ. ഞങ്ങളുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ദിവസം ഞങ്ങളുടെ ചേച്ചി ഒരു കല്ലെടുത്ത് എറിഞ്ഞ കൂട്ടത്തിലേത് വേറെ എന്തിനെ എറിഞ്ഞതാണ്, ആ ചുടുകട്ട വന്ന് ഈ മൂക്കിന്റെ മണ്ടയ്ക്കാണ് കൊണ്ടത്. അതിനുശേഷം ഈ അലർജി എന്നും പറഞ്ഞ് ഞങ്ങളുടെ അമ്മയ്ക്ക് എന്നും അങ്ങ് തുമ്മലായിരുന്നു. അതിനുശേഷം കുറെ ഗുളികയൊക്കെ കഴിച്ച അലർജി മാറി. അതിന്റെ വല്ല ക്ഷതമാണ്, ഞരമ്പ് പൊട്ടിയായിരുന്നു അന്ന്. ഇല്ല, അത് കാരണം പല്ലുകളിൽ ആടി തുടങ്ങത്തില്ല. അത് നമുക്ക് ഈ ഏജ്, എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് വേറെ മറ്റു അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഏജ് റിലേറ്റഡ്, അതായത് നമുക്ക് വയസ്സാവും തോറും എല്ലിന് തേയ്മാനം ഉണ്ടാവും. അപ്പോൾ പല്ല് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ എല്ലിനകത്താണ്. അപ്പം ആ തേയ്മാന കൂടുതൽ കാരണം, അതായത് ഹോർമോൺ ചേഞ്ച് ഒരുപാട് വരും നമ്മുടെ ശരീരത്തെ. അപ്പോൾ അതല്ലെങ്കിൽ കാൽഷ്യം കുറവ് കാരണം, ആ എല്ലിന്റെ ആ ബലക്കുറവ് കാരണം ആ പല്ല് സപ്പോർട്ട് ചെയ്യുക, അതായത് പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാണ് കേട്ടോ. അപ്പം എല്ലിന്റെ ആ തേയ്മാനം കൊണ്ട് ആ പല്ല് ആട്ടം വരാം, അല്ലെങ്കിൽ മോണരോഗം കാരണം പല്ലിന് ഈ ബലക്കുറവ് വരാം. അങ്ങനെ ആയിരിക്കും കൊഴിഞ്ഞു പോകുന്നത്. കാണിക്കാൻ പറ്റുമോ? അത് കാണിക്കാമല്ലോ, നമുക്ക് ഇഷ്ടം പോലെ ഹോസ്പിറ്റലുണ്ട്, ക്ലിനിക്കിൽ ഏതെങ്കിലും കാണിച്ചാൽ മതി കേട്ടോ. കാണിച്ചാൽ മതി. അതിനുള്ള എല്ലാ ചികിത്സയും ഉണ്ട് കേട്ടോ. ഓക്കെ. ശരി. ശരി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, മുച്ചൊറി തുടങ്ങി പല്ലിന്റെ പ്രശ്നങ്ങൾ, താടിയെല്ലിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നു. ഇതിൽ മറ്റൊരു ഒരു വിഭാഗമാണ് കുട്ടികൾ. അത് ചെറുപ്പകാലത്തിൽ മുട്ടായി, ചോക്ലേറ്റ്സ് ഒക്കെ ഒരുപാട് കഴിച്ച് അവരുടെ പാൽപ്പല്ലുകൾ കുഞ്ഞിലെ തന്നെ നഷ്ടമാകാറുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിലെ തന്നെ അതിന് കേടുവന്ന് മൊത്തവും ഒരു പ്രശ്നത്തിലായി വന്നിട്ട് ആയതുകൊണ്ട് തന്നെ അമ്മമാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് തന്നെ ഒരു വിഷമമാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യും, ഇനി വരുന്ന പല്ലുകൾ എങ്ങനെയായിരിക്കും, ഇത് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്തയാണ്. ഇതിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചികിത്സകളുണ്ടോ നിലവിൽ? ഇതിലാണ് നമുക്ക് മാക്സിമം ചികിത്സ ഉള്ളത്. കുട്ടികളുടെ ദന്തനിര നമുക്കൊരു 2.5 വയസ്സാകുമ്പോൾ മുഴുവനായിട്ട്, ഒരു 6 മാസത്തിലാണ് ആദ്യത്തെ കീഴ്ത്താടിയിലെ പല്ല് വരുന്നത്. അപ്പൊ 3 വയസ്സ് കൊണ്ട് പാൽപ്പല്ലുകളെല്ലാം വരും. പക്ഷെ അതിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ പാൽപ്പല്ലുകൾ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടെങ്കിലേ പെർമനന്റ്. എന്തായാലും ആ കാര്യത്തിലേക്ക് കിടക്കാം ഡോക്ടർ. നമുക്ക് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. പറഞ്ഞോളൂ. നമസ്കാരം. ഡോക്ടർ, എനിക്ക് ഈ പല്ലിന്റെ ലാസ്റ്റ് പല്ല് കേടാണ്. കീഴ്ത്താടിയിലാണോ മേൽത്താടിയിലാണോ? താഴത്തെ പല്ല്. അപ്പൊ ആ പല്ലിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയത്തില്ല, ഇങ്ങനെ വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ടിക് ടിക് സൗണ്ട് കേൾക്കുന്നുണ്ട്. ശരി. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? എത്ര വയസ്സുണ്ട്? 31 അല്ലേ? ഇത് ഈ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിപ്പോ ഒരു 2-3 years ആയി കാണും. അതെന്തെങ്കിലും ചികിത്സ ചെയ്തിട്ടുണ്ടോ? നേരത്തെ ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ പല്ലിന്റെ അലൈൻമെന്റിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ അത് കറക്റ്റ് ചെയ്തോ? കറക്റ്റ് ചെയ്തില്ലല്ലോ. അതായത് പല്ല് നിര തെറ്റിയാണോ ഇരിക്കുന്നത്? അത് പല്ല് തള്ളലാണോ? പല്ല് എങ്ങനെയാണ്? ലാസ്റ്റ് 2 പല്ലിന്റെ ഈ ആ ഒരു നിര തെറ്റിയിരിക്കണം. അത് സർജിക്കലി ചെറിയൊരു കട്ട് ഇട്ടിട്ട് അത് നേരെ ആക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. പല്ലെടുത്ത് കളയണമെന്നാണോ പറഞ്ഞത്? ശരി. അല്ല, അമ്മയുടെ ഈ ഫ്രണ്ടിലത്തെ, അതായത് മുന്നിലെയും പിന്നിലെയും താഴത്തെയും പല്ലുകളുടെ നിര ഇങ്ങനെ തള്ളിയിട്ടാണോ അതോ നിര ക്രൗഡിങ്, അതായത് കൂടിച്ചേർന്നാണോ ഇരിക്കുന്നത്? നിര തെറ്റിയാണോ ഇരിക്കുന്നത്? ഫ്രണ്ടിലത്തെ പല്ല് കറക്റ്റ് അലൈൻമെന്റ് ആണ്. അപ്പൊ ബാക്കിലത്തെ കടിയാണോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് അല്ലേ ഡോക്ടർ പറഞ്ഞത്? ബാക്കിലത്തെ 2 പല്ല്. 2 സൈഡും പറഞ്ഞോ? 2 സൈഡല്ല, ഒരു സൈഡിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ. അപ്പം ഈ സൗണ്ട് രണ്ട് ചെവിയിലും കേൾക്കുന്നുണ്ടോ? 2 ചെവിയിലും ഇല്ല, ആ പ്രശ്നമുള്ള സൈഡ് മാത്രമാണ് അല്ലേ? ആക്ച്വലി അത് നമുക്ക് പല്ലിന്റെ ഒരു കാരണമാണ് അത്. അലൈൻമെന്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പല്ലിന് കടിക്കൊരു ഘടനയുണ്ട്, അത് വ്യത്യാസം വരുമ്പോൾ അത് നമുക്ക് എല്ലിനെ ബാധിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആ സൈഡിലെ എല്ലിന് എന്തെങ്കിലും തേയ്മാനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ നമ്മുടെ കീഴ്ത്താടിയിൽ ചേരുന്ന ചെവിയുടെ ഭാഗത്താണ്. മനസ്സിലായോ? അപ്പൊ ചെവിയുടെ ആ ഭാഗത്തുള്ള ചേരുന്ന സ്ഥലത്ത് തന്നെ ഒരു ഡിസ്ക് ഉണ്ട്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുട്ടിന് ഡിസ്ക് ഉള്ള പോലെ
അവിടെയും ഡിസ്ക് ഉണ്ട്. ഡിസ്കിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് തേയ്മാനം, രണ്ട് എല്ലുകൾ തമ്മിൽ ചേരുമ്പോൾ തേയ്മാനം വരുമല്ലോ അപ്പൊ അതിനിടയ്ക്ക് ഒരു കുഷനായിട്ടാണ് ഈ ഡിസ്ക് ആക്ട് ചെയ്യുന്നത്. ആ ഡിസ്കിന്റെ മൂവ്മെന്റിന് പ്രശ്നം വരുമ്പോഴാണ് ഈ സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഡിസ്ക് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകളുണ്ട് കേട്ടോ. അപ്പൊ അത് ചെയ്യുമ്പോൾ ആ ഡിസ്ക് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ മൂവ് ചെയ്യും. അപ്പൊ അത് മൂവ് ചെയ്ത് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ. ലേറ്റ് ആയിട്ട് മൂവ് ചെയ്താൽ പ്രശ്നം വരും. അത് എല്ലിന്റെ കൂടെ അല്ലാതെ പെട്ടെന്ന് മൂവ് ചെയ്താലും പ്രശ്നങ്ങൾ വരും. അങ്ങനെയാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. നമ്മൾ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും സൗണ്ട് ഉണ്ടോ അതോ തുറക്കുമ്പോഴാണ് കൂടുതൽ? അടയ്ക്കുമ്പോ ഇല്ലല്ലോ. ഇല്ല. അപ്പം തുറക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് പോകുന്നതിന്റെ ആ ഘടനയിലാണ് പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പൊ അതിന് സ്ട്രെങ്തനിങ് എക്സസൈസ് ഉണ്ട്. അത് നമുക്ക് ഇതുവഴി പറഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നില്ല. അതെന്തേലും ഒന്ന് മാക്സിലോഫേഷ്യൽ സർജനെ തന്നെ കാണിക്കണം കേട്ടോ. അപ്പൊ അതിനുള്ള എക്സസൈസ് പറഞ്ഞു തരും. അത് പൂർണ്ണമായിട്ട് മാറുന്നതാണ്. പക്ഷെ നമുക്കൊരു 1 മാസ കാലയളവ് എടുക്കും അത് മാറാൻ കേട്ടോ. അത് പൂർണ്ണമായിട്ട് മാറും. അത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇനി അടയ്ക്കുമ്പോഴും സൗണ്ട് വരും കേട്ടോ. അതൊക്കെ അത് എക്സസൈസ് ചെയ്യണം. അത് ക്രമേണ നമ്മൾ എങ്ങനെ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് അത് മാറും. നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറും. പിന്നെ നമുക്കൊരു എക്സ്റേയുടെ ആവശ്യം കാണും. ചിലപ്പോൾ നമുക്ക് എല്ല് തേയ്മാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അതും കൂടെ ഒന്ന് നമുക്ക് നിർണ്ണയിക്കേണ്ടതുണ്ട് ട്രീറ്റ്മെന്റിന് മുമ്പ് കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ആ പല്ലിന്റെ ഘടനയും കൂടെ കാണണം. എന്നാലേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ചികിത്സ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ സൗണ്ടിന്റെ ചികിത്സ മാത്രമാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ബാക്കിയും കൂടെ നമുക്ക് നോക്കണം. ഓക്കെ. ഡോക്ടർ അന്ന് ഒരു എക്സസൈസ് പറഞ്ഞു തന്നിരുന്നു. ഈ ഫിംഗർ വെച്ചിട്ട് നമ്മുടെ വാ ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് പയ്യെ പയ്യെ അതിന്റെ ആ ഡിസ്റ്റൻസ് കൂട്ടി വരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാ പതിയെ ഓപ്പൺ ചെയ്യുന്ന ഒരു എക്സസൈസ് പറഞ്ഞു തന്നിരുന്നു. അത് കൈവച്ച് അമർത്തുന്ന ഒരു എക്സസൈസ് ആണോ? എന്ത് എക്സസൈസ് ആണ്? നമ്മുടെ ഫിംഗർ നിരനിരയായിട്ട് വെച്ചിട്ട് അത് ഇങ്ങനെ വായില് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ വാ വൈഡൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു എക്സസൈസ്. അത് ഒരു ടൈപ്പ് ആണ്. പക്ഷെ അതിലും വേറെ എക്സസൈസുകളും ഉണ്ട്. അത് നമ്മളെ കീഴ്ത്താടിയിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട്. അത് ആണ് ഇതിന് കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്നത്. മറ്റതും ഗുണകരമാണ് അല്ലെന്നല്ല. പക്ഷെ അതിന് വേറൊരു എക്സസൈസ് കൂടെ ഉണ്ട്. അത് നമുക്ക് താടിയെല്ലിനെ പ്രസ് ചെയ്തതുകൊണ്ട് തന്നെ വായി തുറക്കടക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് ആ ജോയിന്റ് ഭാഗം സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഇപ്പം ഈ ഓഡിയോ ആയിട്ടാണ് പറ്റാത്തത്. പക്ഷെ നമുക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ അതിന്റെ പേര് ജോ ത്രസ്റ്റിംഗ് എക്സസൈസ് ആണ്. ജോ ത്രസ്റ്റിംഗ് കേട്ടോ. ജോ ത്രസ്റ്റിംഗ് THRUSTING ത്രസ്റ്റിംഗ്, ജോ ത്രസ്റ്റ്. ആ എക്സസൈസ് ഒന്ന് നോക്കുക. ഒന്നും അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ തന്നെ കാണണം കേട്ടോ. മാക്സിലോഫേഷ്യൽ സർജനെ തന്നെ കാണണം. അപ്പൊ അതിനുള്ള സഹായം അവരിൽ നിന്നുണ്ടാവും. ഡോക്ടർ ഏത് ഹോസ്പിറ്റലാണ്? ഞാൻ മെഡിട്രീന ഹോസ്പിറ്റലാണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം ഡോക്ടർ. നമുക്ക് മറ്റൊരു കോളോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ 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 പറഞ്ഞോളൂ സാർ. ഡോക്ടർ, അതായത് നമ്മൾ ഈ സാധാരണ ഞാൻ ഉൾപ്പെടെ ചില ആൾക്കാര് ആഹാരം കഴിച്ചതിന് ശേഷം ഈ പല്ല് കുത്താറുണ്ട്. അതെ, പല്ലിന്റെ ഇടകള് കുത്തി ആഹാരശകലങ്ങള് കുത്തി മാറ്റാറുണ്ട്. അത് വല്ല ദോഷം വല്ലതും ഉണ്ടോ? മോണയെ ബാധിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. അത് ആക്ച്വലി നമുക്ക് എന്തിട്ടാണ് നമുക്ക് ആ ഭക്ഷണം കളയുന്നത് പോലെ ഇരിക്കും. നമുക്ക് ഇരുമ്പുകളോ അതോ പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് ഷാർപ്പായിട്ടുള്ളത് ഉപയോഗിക്കരുത്. കാരണം അത് തുരുമ്പിച്ചതാണോ ഇല്ലയോ, അത് വൃത്തിയുള്ളതാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെ മെറ്റൽ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ മോണരോഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഈ മെറ്റലുള്ള വസ്തുക്കളിട്ട് നമുക്കത് ക്ലീൻ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് മോണയ്ക്ക്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അല്ലാതെ അവൈലബിൾ ആയിട്ടുള്ള തടിയിലുള്ള സാധനങ്ങൾ നല്ലതാണ്. ടൂത്ത് പിക്ക്, പിന്നെ അല്ലാതെ പ്ലാസ്റ്റിക് അവൈലബിൾ ആണ്. പിന്നെ ഡെന്റൽ ഫ്ലോസ്, അതായത് നൂല് അവൈലബിൾ ആണ്. ഫ്ലോസ് നൂലെന്ന് പറഞ്ഞ നൂലാണത്, ട്വൈൻ നൂല് പോലത്തെ. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ പെട്ടെന്ന് വേണ്ടി ചന്ദനത്തിരി കത്തിക്കുന്നതിന്റെ ചെവിടുണ്ടല്ലോ, അത് രണ്ടായിട്ട് പിളർന്ന് വെച്ച് നൈസായിട്ട് ഇങ്ങനെ കുത്താറുണ്ട്. അത് തടി ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എന്നാലും ടൂത്ത് പിക്ക് ഇപ്പോൾ നമ്മൾ നല്ല സാധനം അവൈലബിൾ ആയതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എത്രത്തോളം ശുചിത്വം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. ഒരുപാട് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്, ഇതുവരെയും ദോഷമൊന്നുമില്ല. ഇല്ല, പക്ഷെ അത് അതിപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. എപ്പോഴും വേണോ പ്രശ്നങ്ങൾ വരാം. പക്ഷെ നമുക്ക് നല്ല സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. അതുപോലെ തന്നെ ഡോക്ടർ, ഈ പുകവലിക്കാര്
അവരെന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ പുക വലിച്ചുകൊണ്ടിരിക്കും. അതെ. അപ്പൊ ഈ പുക വലിക്കുന്നത് പല്ലിന് ദോഷകരമായ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ബാധിക്കും. കാരണം ആക്ച്വലി സ്റ്റെയിൻ ഉണ്ടാവാറുണ്ട്. സ്റ്റെയിൻ ഇല്ലേ, കറയില്ലേ, നിക്കോട്ടിന്റെ കറ പൂർണ്ണമായിട്ട് നമ്മുടെ മോണയും ബാധിക്കും, പിന്നെ പല്ലിനെയും ബാധിക്കും. അപ്പൊ ആക്ച്വലി അതിന്റെ ഈ പുകവലിയുടെ ദോഷഫലങ്ങൾ അറിയാമായിരിക്കുമല്ലോ സാറിന്. ഏതൊക്കെ തരം അസുഖങ്ങളുണ്ട്, അതിന്റെ ഒരു ആദ്യ പടിയായി തന്നെ മോണയിലാണ് അത് ആദ്യം കാണുന്നത്, പിന്നെയാണ് അത് ലങ്സിലേക്ക് ബാധിക്കുന്നത്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, വെൽക്കം. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അതിന്റെ ചികിത്സയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. അപ്പം നമുക്ക് കുട്ടികളുടെ പാൽപ്പല്ലിന് നിര ഉണ്ടെങ്കിലേ നമുക്ക് പെർമനന്റ്, അതായത് സ്ഥിരദന്ത നിര നന്നായിട്ട് വരികയുള്ളൂ. അപ്പം അതിന് സംരക്ഷിക്കേണ്ട എല്ലാ ചികിത്സകളും ഉണ്ട്. കേടുവന്ന പല്ലുകൾ എടുക്കുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് ഈ ഓരോ പല്ലും പോകുന്ന ഓരോ ഏജ് ഉണ്ട്. അതിന് മുമ്പായിട്ട് പല്ലുകൾ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലേ അടുത്ത പല്ലുകൾ വരാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ. അപ്പൊ സ്പേസ് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ ചികിത്സയുണ്ട്. അല്ലാതെ കുട്ടികൾക്ക് തന്നെ റൂട്ട് കനാൽ ചികിത്സകളുണ്ട്. അതായത് ഇപ്പൊ നേരത്തെ ഒരു പേഷ്യന്റ് വിളിച്ച പോലെ ആ പല്ല് പെർമനന്റ് പല്ലാണ്, അത് എടുത്ത് കളയാൻ റൂട്ട് കനാൽ. അതുപോലെ തന്നെ കുട്ടികൾക്ക് പൾപ്പക്ടമി എന്നാ അതിന് പേര്. അതുപോലെ റൂട്ട് കനാലിലെ തന്നെ പീഡിയാട്രിക് ഡോക്ടർ, അതിൽ പീഡിയോഡോണ്ടിസ്റ്റ് ഡോക്ടർമാരാണ് അത് ചെയ്യുന്നത്. അവര് പൂർണ്ണമായിട്ടും നമ്മുടെ അഡൽട്സിന് ചെയ്യുന്ന പോലെ തന്നെ അതേ ചികിത്സ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും അതിൽ വയ്ക്കുന്ന മെറ്റീരിയലിന് ചെറിയ വ്യത്യാസമുണ്ട്. അഡൽട്സിന് അത് പെർമനന്റ് ആയിട്ട് ഉള്ള പല്ല്, വേണ്ടുന്ന പല്ലായതുകൊണ്ട് അതിന്റെ മെറ്റീരിയൽ, ഉള്ളിൽ വയ്ക്കുന്ന മെറ്റീരിയലിന് വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആ ക്രൗൺ ഇടുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞ ക്രൗൺ ആണ് ഇടുന്നത്. അതിന്റെ സെറാമിക് അവൈലബിൾ ആണ്, അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂഷ്വലി ഇടുന്നത്, കാരണം പല്ല് കൊഴിഞ്ഞു പോവാണല്ലോ. അപ്പൊ അതും അതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ സ്ഥിരദന്ത നിര നന്നായിട്ട് വരാൻ വേണ്ടി ആ ചികിത്സ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന പല്ലുകൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള, കേടുവന്ന പല്ലുകളിൽ അതിന്റെ വേരിൽ നിന്നുള്ള ഇൻഫെക്ഷൻ താഴോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഈ റൂട്ട് കനാൽ വഴി സംരക്ഷിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രശ്നമാണ് മുഖത്ത് മറുകൾ. എല്ലാവർക്കും നല്ലത് തന്നെയാണ്, പക്ഷെ ചെറിയ മറുക ഒക്കെയാണ്. പക്ഷെ വലിയ മറുകാണെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചികിത്സകൾ? ഒരുപാട് ചികിത്സയുണ്ട്. കാരണം നമുക്ക് ഒരു പൂർവ്വകാലത്ത് ചികിത്സ എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ, അതായത് നമുക്ക് ആ ഒരു ഭാഗം മാറ്റിക്കളയാം. അത് നമുക്ക് ഏകദേശം ഒരു 1 മുതൽ 2 സെന്റിമീറ്ററിനകത്തുള്ള മറുകളാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് സ്കിന്ന് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ത്വക്ക് കൊണ്ട് തന്നെ അത് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ 2 സെന്റിമീറ്ററിൽ കൂടുതലുള്ള മറുകളാണെങ്കിൽ ആ ഭാഗം നീക്കം ചെയ്തതിന്റെ കൂടെ നമുക്ക് വേറെ ശരീരഭാഗത്തു നിന്നുള്ള തൊലികൾ ആ ഭാഗത്ത് വെച്ച് നമുക്കത് മറയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ള ലേസർ ചികിത്സയുണ്ട്. പിന്നെ ക്രയോ സർജറിയാണ്. ലിക്വിഡ് നൈട്രജൻ ആണ് അതിന് ഉപയോഗിക്കുന്നത്. അത് യൂഷ്വലി ലേസർ ചെയ്ത് മുഖത്ത് കൂടുതൽ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞാൽ സ്കാറിങ്, അത് വീണ്ടും അത് പാടുകളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ കൂടുതലും സർജിക്കലാണ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മുടെ ത്വക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നതും. അപ്പൊ വേറെ ഒരു മെറ്റീരിയലിന്റെ ആവശ്യമില്ല. അപ്പൊ ഡോക്ടർ, നമ്മൾ മുഖത്തുണ്ടാകുന്ന മറുകിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ മറുകല്ലാതെ മറ്റു രീതികളിൽ മുഖത്ത് വലിയ വലിയ പാടുകൾ വന്നു കഴിഞ്ഞാൽ അതിനും ഈ പറഞ്ഞ ചികിത്സാ രീതികൾ തന്നെ? അതിന് ചെറിയ നേരിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മുടെ മുഴകളെന്ന് ഉദ്ദേശിച്ചാൽ ആദ്യം തന്നെ മൂക്കൊരു ഒരു ചെറിയ മുഴയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മൂക്കൊരു ആദ്യത്തെ ഒരു ചികിത്സാ രീതി ഉള്ളതെന്ന് വെച്ചാൽ അത് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് സർജറി, മൈനർ സർജറി വഴി അത് റിമൂവ് ചെയ്യാം. അത് നമുക്ക് അനസ്തീഷ്യ കൊടുത്ത് തന്നെ ആ ഒരു ഭാഗത്ത് അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യാം. രണ്ടാമത്തെ തരം മുഴകളെന്ന് പറഞ്ഞാൽ ഒരു 2 സെന്റിമീറ്ററിൽ കൂടുതലുണ്ടാകുന്ന മുഴ, അത് നമുക്ക് ഈ മുഖത്തെ ഭാഗങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് മാംസമുണ്ട്, നമുക്ക് എല്ലുമുണ്ട്, രണ്ടിൽ നിന്ന് മുഴകൾ വരാം. മുഖത്തല്ല മാംസത്തിൽ നിന്നുണ്ടാകുന്ന മുഴകൾ നമുക്ക് ശസ്ത്രക്രിയ വഴി അത് അകത്തൂടെയും കോസ്മെറ്റിക് റീസൺ കൊണ്ട് പുറത്തൂടെയോ അകത്തൂടെയോ ചെയ്യാം. 2 രീതിയിൽ അത് നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിലെന്തെങ്കിലും നമുക്ക് മാരകമായ രോഗം, അതായത് ക്യാൻസർ പോലത്തെ എന്തെങ്കിലും രോഗത്തിന്റെ മുഴയാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതായത് ചികിത്സ, ബയോപ്സിയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് എല്ലിനുണ്ടാകുന്ന മുഴകൾ നമുക്ക് പൂർണ്ണമായിട്ട് പുറമെ വരത്തില്ല. നല്ലൊരു വളർച്ച എത്തിയതിനു ശേഷമേ നമുക്ക് പുറമെ കാണാൻ കഴിയുള്ളൂ. അത് നമുക്ക് പേഷ്യന്റ് സിംറ്റം, അതായത് അസുഖത്തിന്റെ രീതിയും അവരുടെ എക്സാമിനേഷൻ, അതായത് പേഷ്യന്റിനെ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ, അത് CT, എക്സ്റേ അങ്ങനെ പോലുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഈ നമ്മുടെ മുഴകളുടെ സൈസ് അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് വേരി ചെയ്യുന്നത്. അപ്പം ഒരു നിശ്ചിത അളവിന് കൂടുതലുള്ള സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എല്ലിനാണ് ഉണ്ടാവുന്ന ആ ഒരു എല്ലിന്റെ ഭാഗം ചിലപ്പോൾ നമുക്ക് കളയേണ്ടി വരും. പക്ഷെ കളഞ്ഞാൽ തന്നെയാണ് ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ കൊണ്ട് അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. മറ്റേ എല്ല് മറ്റു ഭാഗത്ത് നിന്ന്
നീക്കം ചെയ്ത് ഈ ഭാഗത്ത് വെച്ച് പിടിപ്പിച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റും. അത് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയും. നമ്മുടെ എല്ലിന് അതിന്റെ ഇടുപ്പിൽ നിന്ന് എടുക്കാം, ഇടുപ്പിൽ എല്ലുകൾ എടുക്കാം, നമ്മുടെ വാരിയെല്ലുകൾ എടുക്കാം. ഇപ്പൊ ഏറ്റവും സ്യൂട്ട് ആവുന്ന, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫിബുല, അതായത് നമ്മുടെ കാലിലെ എല്ലാണ്, കാലിലെ മുട്ടിന് താഴെയുള്ള രണ്ടാമത്തെ എല്ല് ഫിബുല. ആ എല്ലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എല്ല് മാത്രമല്ല, നമുക്ക് ആ മാംസത്തിന്റെ ഭാഗവും അതിന്റെ കൂടെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാൽ അണപ്പല്ലുകള് അങ്ങനെ പൊട്ടി മൊത്തമായിട്ട് വരാതെ കാണാറുണ്ട്. അതെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ? അല്ലെങ്കിൽ അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കാരണം നമുക്ക് വിസ്ഡം ടീത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്ക് 28 ടീത്തേ ഉണ്ടാവത്തുള്ളൂ വായിക്കത്ത്. നമ്മൾ പൂർണ്ണമായിട്ടും ബൈറ്റ് ചെയ്യുന്ന, അതായത് എഫിഷ്യന്റ് ആയിട്ട് ബൈറ്റ് ചെയ്യുന്ന 28 പല്ല് വെച്ചാണ്. ബാക്കി 4 പല്ലുകൾ നമുക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അത് ആക്ച്വലി ബോഡിയുടെ ഒരു മെക്കാനിസം ആണ് അത് ആക്ച്വലി. അപ്പം നമുക്ക് 18 വയസ്സായി എന്ന് നമുക്കിപ്പോൾ സമയം അല്ലെങ്കിൽ നമുക്ക് ഏജ് നമുക്കറിയില്ല. അപ്പൊ നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഈ ഒരു പല്ലിന്റെ വരവ് മൂലമാണ് നമുക്കത് ആക്ച്വലി സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് ആ പല്ല് അതിനുശേഷം 18 to 28 അതിന്റെ ഒരു ടൈം ലിമിറ്റ്. അപ്പൊ അതിന് ഉള്ളിൽ വന്നില്ല എങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താടിയലിന്റെ വളർച്ചക്കുറവോ പല്ലിന്റെ സൈസ് വലുതോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഡിഫോമിറ്റി, അതിനൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പല്ലകത്ത് കുടുങ്ങി കിടക്കാം. ചിലപ്പോൾ പകുതി പുറത്ത് വരും, പകുതി പുറത്ത് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ പല്ലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം യൂഷ്വലി ഇപ്പം എല്ലാവരും ഒരു നേരമേ ബ്രഷ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആക്ച്വലി നമുക്ക് ഈവനിങ് ബ്രഷിംഗ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. കാരണം നൈറ്റ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അറ്റത്തെ പല്ലിൽ ഡിപ്പെൻഡന്റ് ഏരിയ ആണ്. നമ്മൾ കിടക്കുമ്പോൾ അവിടെ തന്നെ അത് സ്റ്റോർ ആയി കിടക്കും. അപ്പൊ അത് കാരണം ഇൻഫെക്ഷൻ വരാം. അപ്പൊ ആ പല്ലിന് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് കഴിഞ്ഞാൽ താഴോട്ടാണ് ഇൻഫെക്ഷൻ പോകുന്നത്. അത് നമ്മുടെ പല്ലിന്റെ കീഴ്ത്താടിയലിന്റെ പല്ലിന്റെ ഏറ്റവും അടുത്താണ് നമ്മുടെ കഴുത്തും ബാക്കി നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ട്രക്ചേഴ്സ് എല്ലാം അവിടെയാണ്. അങ്ങോട്ടേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് ആക്ച്വലി ആ ഒരു ഇൻഫെക്ഷന് നമ്മുടെ ശാസ്ത്രീയ നാമം ലുഡ്വിക്സ് ആൻജൈന എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, സിവിയർ ഇൻഫെക്ഷൻ ആണ്. അത് നെക്കിലേക്ക് ഇറങ്ങിയ അവസാനം മരണം വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ പല്ല് അവസാനത്തെ പല്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് കെയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ എടുത്തു കളയുന്നതാണ് ഏറ്റവും ഉചിതം. അത് നമുക്ക് പല രീതിയിൽ എടുക്കാം. നോർമലി നമുക്ക് എക്സ്റേ കൊണ്ടോ CBCT എന്നാണ്. അപ്പൊ ലേറ്റസ്റ്റ് ഡെന്റലിന്റെ CT ആണ് CBCT. അതുകൊണ്ട് നമുക്ക് അതിന്റെ പൊസിഷനും അതിന്റെ ചുറ്റുപറ്റുമുള്ള നെർവ് രക്തക്കുഴലെല്ലാം അറിയാൻ പറ്റും. അത് നോക്കിയിട്ട് നമുക്ക് സർജിക്കലി റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം അത് എഫിഷ്യന്റ് ആയിട്ട് ആ പല്ലിനെ നമുക്ക് ബൈറ്റിൽ, അതായത് നമുക്ക് ചവയ്ക്കാൻ ഉപയോഗിക്കാത്ത ഒരു പല്ലാണ്. പിന്നെ ആ പല്ല് നമുക്ക് സേവ് ചെയ്യാറുണ്ട് ചില കേസിൽ. കാരണം പല്ല് വെക്കാൻ വേണ്ടി സപ്പോർട്ടീവായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടീവായിട്ട് അത് റൂട്ട് കനാൽ ചെയ്ത് നമുക്ക് സംരക്ഷിച്ച് പുതിയ പല്ലുകൾ അതിൽ ഘടിപ്പിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉപയോഗമാണ് കൂടുതലായിട്ട് നമുക്ക് ഉള്ളത്. പക്ഷെ മെജോറിറ്റി ആൾക്കാരിലും ആ ലാസ്റ്റ് പല്ല് ഒരു എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ബൈറ്റ് ചെയ്യാൻ വേണ്ടി വരാറില്ല സയന്റിഫിക്കലി. നമ്മളിപ്പോ ഒരു മുഖത്തെ എല്ലാ സർജറികൾക്കും ഈ അനസ്തേഷ്യ കൊടുത്ത് തന്നെയാണോ സർജറി നടത്തുന്നത്? ഇല്ല, അത് നമുക്ക് കേസ് ബേസ് ചെയ്താണത്. ചില സർജറി അപ്പൊ നമുക്ക് ഈ പല്ലിന്റെ കാര്യം തന്നെ എടുക്കാം. അവസാനത്തെ പല്ല് ചില കേസുകളിൽ നമുക്ക് സാധാരണ നമുക്ക് ലോക്കൽ അനസ്തേഷ്യ, അതായത് ആ ഒരു ഭാഗം മാത്രം മരവിപ്പിച്ചിട്ട് നമുക്ക് ചെയ്തതിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ ചില കേസുകളിൽ ഇപ്പം പല്ലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതായത് ഞരമ്പുകൾ അതിന്റെ അടുത്ത് കിടക്കുന്നതായും പിന്നെ 4 പല്ലുകൾ ഒരുമിച്ചെടുക്കേണ്ട കേസ് വന്നാൽ ചില പേഷ്യന്റ് ആൻസൈറ്റി, അതായത് പല്ലെടുക്കുന്ന ഒരു ആൻസൈറ്റി, ഇതൊന്നും കാരണം ഈ നമ്മുടെ എല്ലാം ഗ്രൈൻഡ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ മോട്ടറിന്റെ സൗണ്ട്, അങ്ങനത്തെ പ്രശ്നമുള്ള പേഷ്യന്റിന് നമ്മൾ പൂർണ്ണമായിട്ടും ആ പല്ലുകൾ അനസ്തേഷ്യ കൊടുത്ത് ജനറൽ അനസ്തേഷ്യ കൊടുത്ത് എടുക്കാണ്ട്. എല്ലാ സർജറി അല്ല, നമുക്ക് മേജർ സർജറി, ഇപ്പൊ കോസ്മെറ്റിക് ചെറുതായിട്ടുള്ള ചെറിയ മുഴകൾ, അതൊക്കെ നമുക്ക് അതായത് ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് തന്നെ എടുക്കാം. പക്ഷെ വലിയ അനസ്തേഷ്യ കൊടുക്കുന്ന 3 മണിക്കൂർ കൂടുതലുള്ള സർജറി, മേജർ സർജറി, കോസ്മെറ്റിക് അകത്തുള്ള എല്ലിന്റെ സർജറി, പിന്നെ പത്തോളജി, അതായത് ക്യാൻസറിന്റെ സർജറി എല്ലാം നമുക്ക് ജനറൽ അനസ്തേഷ്യയിലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ അതായത് വായിലുണ്ടാകുന്ന നിറ വ്യത്യാസങ്ങൾ, പാടുകൾ പോലെ വെള്ളപ്പാട് കാണാറുണ്ട്, ചിലവർക്ക് ചുമന്ന പാടുകളൊക്കെ കാണാറുണ്ട്. ഒരു പക്ഷെ പുകയില തുടങ്ങി സിഗരറ്റ് പുകവലിക്കുന്നവർക്ക് അങ്ങനെ തുടങ്ങി കുറെ പ്രശ്നങ്ങൾ മൂലമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റുകളുണ്ടോ? അത് ആക്ച്വലി നമ്മുടെ അതൊരു സമുദ്രം പോലെയാണ്, അതൊരു വലിയ ചികിത്സയാണ്, അതൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് അതിന് വേണ്ടി. അത് കൂടുതലായിട്ടും ക്യാൻസറിലേക്ക് വരെ. അതാണ് നമ്മൾ കോമൺ ആയിട്ട്, കാരണം ആക്ച്വലി സ്കിൻ ക്യാൻസർ ആണ് നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്യാൻസർ. രണ്ടാമതായി നമ്മുടെ വായിലെ അർബുദമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും വായിലെ അർബുദമാണ്. കാരണം കൂടുതൽ പുകവലിയും ടൊബാക്കോ അതെല്ലാം ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്താണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഈ പല പാടുകൾ, നമുക്ക് എല്ലാ പാടുകളും ക്യാൻസർ പാടുകളായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ 1 മാസമായി കണ്ടിന്യൂസ് ആയിട്ടുള്ള പാടുകൾ. പിന്നെ ഈ പൂപ്പല് വരുന്നത്, ഈ പൂപ്പല്
വായിൽ ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഒരു 2 ആഴ്ചയെ കാണത്തുള്ളൂ. അങ്ങനത്തെ പൂപ്പലൊന്നും പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ 1 മാസത്തിൽ കൂടുതലുള്ള പാടുകളോ അല്ലെങ്കിൽ അൾസറോ ഉണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കത് ഒരു ബയോപ്സി, അതായത് വേറെ ഇൻവെസ്റ്റിഗേഷൻ വഴി അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് സ്റ്റിറോയിഡുകൾ അങ്ങനത്തെ ഒരുപാട് മരുന്നുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. കൂടുതലും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓറൽ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കൂടുതലായി കാണുന്നത്. അത് ഇങ്ങനെ വെള്ളപ്പാടുകൾ വരാം, ചുമന്ന പാടുകൾ വരാം, പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടും ഇങ്ങനത്തെ പാടുകൾ ഉണ്ടാവാം. മാത്രമല്ല ഡോക്ടർ, ഇപ്പോൾ മൂക്കിലുണ്ടാകുന്ന അത് പാലത്തിന്റെ വളവ് അല്ലെങ്കിൽ പതിഞ്ഞ മൂക്കാവുന്ന ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റുകളുണ്ടോ? ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. കാരണം അതിന് സർജിക്കലാണ് നമ്മുടെ ഓപ്ഷൻ, മെയിനായിട്ടുള്ള ഓപ്ഷൻ. കാരണം എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ വളവ് ഒരാളുടെ സൗന്ദര്യത്തെ കൂടുതലായിട്ട് ബാധിക്കുന്ന, മൂക്ക് ഒരു പ്രധാന ഭാഗമാണ് സൗന്ദര്യത്തിന്റെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചികിത്സാ രീതി പറഞ്ഞല്ലോ, ക്ലെഫ്റ്റ് ലിപ്പ് പാലേറ്റ് അങ്ങനത്തെ, ക്ലെഫ്റ്റ് മുച്ചരി അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ സർജറി വരാം. അപ്പൊ ഇത് നമ്മൾ ആക്ച്വലി 18 വയസ്സാണ് ഇതിന്റെ ഐഡിയൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ല് വളർച്ച ഒരു ഏകദേശം 22 ഇയേഴ്സ് വരെ ആണുങ്ങൾക്ക് എല്ല് വളർച്ച ഉണ്ടെന്നാണ്, സ്ത്രീകൾക്ക് 21 ആ ഒരു റേഞ്ച്. അപ്പൊ ഏകദേശം 22 ഇയേഴ്സ് ആകുമ്പോൾ എല്ല് വളർച്ച പൂർണ്ണമായിട്ടും കഴിയും. അപ്പൊ നമുക്കൊരു സ്ട്രോങ് ബേസ് ഉണ്ടാവും മൂക്കിനുള്ള. അതിനുശേഷം മൂക്കിന്റെ സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഓപ്പൺ ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, അങ്ങനെ പല സയന്റിഫിക്കലി പല ടെക്നിക്കുകളുണ്ട്. പക്ഷെ അത് വളരെ ഒരു എന്തുവാണ്, നമുക്കൊരു ഹൈ സർജിക്കൽ സ്കില്ല് ആവശ്യമായുള്ള ഒരു സർജറിയാണ്. ഒരുപാട് ട്രെയിനിങ് ആവശ്യമുണ്ട്, കാരണം മൂക്കാണ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. കാരണം നമുക്ക് പെട്ടെന്ന് ആള് മാറിപ്പോവും സർജറി കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് റൈനോപ്ലാസ്റ്റി എന്നതിന്റെ പേര്. അതിപ്പം പല സെന്ററിലും ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പം ഹൈലി സ്കിൽഡ് ആവശ്യമുള്ളൊരു സർജറിയാണ്. അത് പൂർണ്ണമായിട്ട് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. അത് നമുക്ക് ഇംപ്ലാന്റ്, അതായത് മൂക്കിനെ വളവ് മാറ്റാൻ, പാലം ഇല്ലെങ്കിലും പാലം നമുക്ക് വേറെ നമ്മുടെ ശരീരത്തിലെ വേറെ ഭാഗങ്ങൾ, അതായത് കാർട്ടിലേജ് അല്ലെങ്കിൽ ബോൺ വെച്ച് തന്നെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ അലോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ അലോഗ്രാഫ്റ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതിൽ വെച്ച് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഡോക്ടർ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. വേറൊരു പ്രശ്നം വരാറുള്ളത് മോണയിലെ ഇൻഫെക്ഷൻസ് ആണ്. ഇതുമൂലം ഒരുപാട് പേര് കഷ്ടപ്പെടാറുണ്ട്. മോണയിൽ ഇൻഫെക്ഷൻ വന്നു, ഇത് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത്? ഇതിനുള്ള ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, മോണ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ ഒരു മെയിൻ ന്യൂട്രീഷണൽ ഏരിയ ആണ്. കാരണം പല്ലിന് രക്തഓട്ടം കൊടുക്കുന്നതും പല്ലിന്റെ ആരോഗ്യം നിലനിർത്തുന്ന ഈ മോണയുടെ ആരോഗ്യം കൊണ്ടാണ് പല്ല് നിലനിർത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പേഷ്യന്റ് വിളിച്ചപ്പോൾ മോണ പല്ല് ആടി പോകുന്നത്, ഞാൻ ആക്ച്വലി അത് മോണയുടെ പ്രശ്നമായിരിക്കും, ഞാൻ കണ്ടില്ല, അവരെ പറഞ്ഞനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ മോണയില് ഒരുപാട് ചെറിയ ചെറിയ മസിലുകളുണ്ട് മോണയ്ക്കകത്ത്. അതാണ് പല്ലിനെ സംരക്ഷിക്കുന്നത്. അതൊരു കുഷൻ എഫക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ പല്ലിനുള്ള രക്തഓട്ടങ്ങൾ കൊടുക്കുന്ന ആ മോണയാണ്. അപ്പം മോണയിൽ നമ്മുടെ വായിക്കകത്ത് തന്നെ ഒരുപാട് ഒരു മില്യൺസ് ഓഫ് ബാക്ടീരിയ ഉണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ഈ മോണയിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണാവശിഷ്ടം പ്ലസ് നമ്മൾ ഓറൽ ഹൈജീൻ ഇല്ലാതെ ഭക്ഷണാവശിഷ്ടം, ഉമിനീര്, പിന്നെ ബാക്ടീരിയ, ഇത് മൂന്നും കൂടെ ചേർന്ന ഒരു ആകരണം ഉണ്ടാവും. അത് പല്ലില് ഒട്ടിപ്പിടിച്ചിരിക്കുകയും അത് ക്രമേണ മോണയ്ക്കകത്തേക്ക് പോവുകയും ചെയ്യും. ആദ്യം നിന്നുണ്ടാവുന്ന അത് ഹൈലി കോൺസെൻട്രേറ്റഡ് ഇൻഫെക്റ്റീവ് റീജിയൻ ആണ്. അപ്പൊ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ 6 മാസം കൂടുമ്പോൾ നമ്മൾ ഡെന്റൽ ഡോക്ടറെ കാണാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അത് ക്ലീൻ ചെയ്താൽ പൂർണ്ണമായിട്ട് കളയണം. ആൾക്കാർക്ക് അറിയില്ല, പല്ലിന് നിറം പോലെ തന്നെ ഇരിക്കും, നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നോർമൽ നമ്മുടെ ബ്രഷിൽ പോകത്തുമില്ല. അപ്പം അത് ക്ലീൻ ചെയ്ത് തന്നെ മാറ്റണം. അതാണ് മെയിൻ ഇൻഫെക്റ്റീവ് ഒറിജിൻ. രണ്ടാമതായി വരുന്ന ഡയബറ്റിക് പേഷ്യന്റില് മോണരോഗവും ഡയബറ്റീസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പം ഡയബറ്റിക് കൂടുതലാണെങ്കിൽ മോണരോഗം വരും, കുറവാണെങ്കിൽ അത് കൺട്രോൾ ആയി പോകും. അപ്പം ഡയബറ്റിക് പേഷ്യന്റ് ഒരുപാട് മോണയ്ക്ക് കെയർ കൊടുക്കേണ്ടതാണ്. പിന്നെ മോണയ്ക്ക് തന്നെ ഒരുപാട് ചികിത്സകളുണ്ട്. ഇപ്പം മോണ എല്ലിലോട്ട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങൾ വിട്ടുപോകാറുണ്ട്. അത് റെസിഷൻ എന്ന് പറയും. അത് റെസിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോണ ചേർന്നിരിക്കുന്ന ഭാഗം താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് പല്ലിന്റെ വേരിന്റെ ഭാഗം നമുക്ക് പുറമേ കാണാൻ കഴിയും. അപ്പൊ അതൊരു കോസ്മെറ്റിക് റീസൺ കൊണ്ടൊരു പ്രശ്നമാണ്. കോസ്മെറ്റിക്കലി അതത്ര സ്യൂട്ടല്ല. അതിനുള്ള സർജറീസ് ഉണ്ട്. പിന്നെ ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള സർജറീസ് ഉണ്ട്, ഫ്ലാപ്പ് സർജറി എന്ന് പറയും. പിന്നെ നമ്മുടെ ചിരി നന്നാക്കാനുള്ള കോസ്മെറ്റിക് സർജറിയും ഇതിനൊരു വിഭാഗം തന്നെയുണ്ട്, ഞങ്ങളുടെ പെരിയോഡോണ്ടിക്സ് എന്ന് പറയും. പെരിയോ എന്ന് പറഞ്ഞാൽ മോണരോഗവും അതിന്റെ ചികിത്സയും, അതിൽ സ്മൈൽ കറക്ഷനും ഈ ഒരു ഈ വിഭാഗം ചെയ്യുന്ന അതെ സിറ്റുവേഷൻ അതിനെല്ലാം ശരിയാക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഈ നടത്തുന്ന ഒരു സർജറി എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് പറയാൻ സാധിക്കും? എന്തുതരം സർജറിയാണ്? മുച്ചറിയിലൊക്കെ നടത്തുന്ന ഒരു സർജറി ഉണ്ടല്ലോ, എത്രത്തോളം അത് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും? അത് ആക്ച്വലി ഒരു നമ്മുടെ സർജിക്കൽ അതിൽ ഫംഗ്ഷനലി അത് പൂർണ്ണമായിട്ട് നമുക്കൊരു 100%
സക്സസ് ആണ് ഉള്ളത് ഈ സർജറിക്ക്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് ഇപ്പം ഫീമെയിൽ പേഷ്യന്റ് കേസ് തന്നെ എടുക്കാം. അവർ ചിലപ്പോൾ അവരുടെ എക്സ്പെക്ടേഷനിൽ ചിലപ്പോൾ ഉയർന്നില്ല. അപ്പൊ കോസ്മെറ്റിക്കലി അതൊരു നമുക്കൊരു 90% ഇപ്പോഴും ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. കാരണം പേഷ്യന്റ് എക്സ്പെക്ടേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കോസ്മെറ്റിക് സർജറിക്ക് വരുന്ന പേഷ്യന്റ് നമുക്ക് സൈക്കോളജിക്കൽ ഒരു കൺസൾട്ടേഷനും കൂടെ വിടും. സൈക്കോളജിക്കലി അവരെങ്ങനെയാണ് ചിലപ്പോൾ എപ്പോഴും കണ്ണാടി നോക്കുന്നവരായിരിക്കാം, പക്ഷെ ഫിലിം സ്റ്റാർസിനെ കണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ അത് നമുക്കിടെ പേഷ്യന്റ് പ്രിഫറൻസ് പോലെ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ഇതിനപ്പുറം നമുക്കത് പോകത്തില്ല. അത് നമുക്ക് പേഷ്യന്റ് ഫുൾ കൗൺസിൽ ചെയ്തിട്ടാണ് ഈ സർജറിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ പല്ലിന് മാത്രമല്ല മുഖത്ത് അസ്ഥികൾക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അതിനെന്തായിരിക്കും ഒരു ട്രീറ്റ്മെന്റ്? അത് നമ്മൾ ഓൾറെഡി പേഷ്യന്റിനോട് പറയും. കാരണം നമുക്ക് അതൊരു ഡിഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ആ ബോൺ ലോസ് ആവാറുണ്ട്. അതായത് ആ മസിൽ അതായത് മാംസോ എല്ലോ ലോസ് ആയി കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പാടാണ്. കാരണം ചെയ്താൽ നമുക്ക് ആ ജന്മനാ ഉള്ള ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വളരെ 90% വരെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷെ ട്രോമ ആകുമ്പോൾ നമ്മുടെ കുറ്റമല്ല. അപ്പൊ പേഷ്യന്റ് അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി പേഷ്യന്റ് അക്സെപ്റ്റൻസ് കൂടുതലാണ് ആ ട്രോമ കേസിൽ. പക്ഷെ കോസ്മെറ്റിക് എല്ലാം ഫുള്ളി നമ്മുടെ 90% നമ്മുടെ കയ്യിലാണ്. അതുപോലെ തന്നെ ഡോക്ടർ, ഇപ്പോ മാക്സിലോഫേഷ്യൽ സർജറി എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലായോ ഇത് ഭയങ്കര ചെലവേറിയതാണോ എന്നൊരു ചിന്തയുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ചികിത്സാ ചെലവുകളൊക്കെ എങ്ങനെയാണ്? അത് ആക്ച്വലി നമുക്കത് ഞാൻ പറഞ്ഞ പോലെ ഓരോ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തായിരിക്കുന്നത്. അപ്പൊ കോസ്മെറ്റിക്കിൽ ഒരു വ്യതിയാനം ഉണ്ടാവും. നമുക്ക് പെത്തോളജി, അതായത് ഈ മുഴകളുള്ളതിന് അതിന്റെ ചികിത്സയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അതെല്ലാം പേഷ്യന്റ് ബേസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരു അഫോർഡബിൾ റേറ്റ് ആണ് എല്ലായിടത്തും ചികിത്സാ രീതിയിലുള്ളത്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഇപ്പം എല്ലായിടത്തും ചെയ്യുന്നത്. ഈ ഒരു ചികിത്സാ കാലയളവിനെ കുറിച്ച് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ഒരു ട്രീറ്റ്മെന്റ് ഓരോ ഏതിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ മുഴകൾ വരാം, അതുപോലെ ഈ മുച്ചിരിയുടെ കാലയളവ് പറഞ്ഞായിരുന്നു, ദന്ത രോഗങ്ങൾക്കുണ്ടാവുന്ന കാലയളവ്, അതിനെല്ലാത്തിനും ഒരേ കാലയളവാണോ അതോ വ്യത്യസ്തമായിട്ട് നമുക്ക് പല സ്റ്റേജുകളിലായിട്ടാണോ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നത്? അതെ, അത് പലതിനും പല. നമുക്ക് ഒരു അസുഖം ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല, അത് അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഇതിൽ പറയുന്ന പോലെ തന്നെ ഡെന്റലിലും നമുക്ക് എല്ലാത്തിനും വ്യത്യസ്ത കാലയളവാണ്. കാരണം നമുക്ക് ഒരു കേടുവന്ന പല്ലുകൾ നമുക്ക് ലൈഫ് ലോങ് കേടുവരാം. അതെ, മറ്റു പല്ലുകൾ അത് പേഷ്യന്റെ കയ്യിലാണ്, അവരുടെ സംരക്ഷണം പോലെ ഇരിക്കും. അതേപോലെ കോസ്മെറ്റിക് സർജറി നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടുന്നത് ഇപ്പൊ നമുക്കൊരു 16 വയസ്സായ ഒരു കുട്ടി അല്ലെങ്കിൽ 18 വയസ്സായ ഒരു കുട്ടിക്ക് കോസ്മെറ്റിക് സർജറി, അതായത് കീഴ്ത്താടിയിലെ ഉദാഹരണത്തിന് കീഴ്ത്താടിയിലെ വളർച്ച കൂടുതലാണ്. അപ്പൊ സർജറി കഴിഞ്ഞ് നമുക്കൊരു 1 year കഴിഞ്ഞ അതിന്റെ പൂർണ്ണ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ സയന്റിഫിക് എക്സ്പ്ലെയിൻസ് എന്ന് ചോദിച്ചാല് നമുക്ക് ആ കൊച്ചിന്റെ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ കീഴ്ത്താടിയലിന്റെ ഫുൾ ഘടന നമ്മൾ മാറ്റുകയാണ്. അപ്പം നമുക്ക് ഇപ്പം ഇരിക്കുന്ന ആ ഒരു ഘടന മസിൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് സയന്റിഫിക്കലി. അപ്പൊ ആ മസിൽ അഡാപ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി ഓറിയന്റായി വരാൻ വേണ്ടി ഇപ്പൊ ഒരു ഓറിയന്റേഷനിൽ നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ വ്യത്യാസം വരുമ്പോൾ ആ മസിൽ ഓറിയന്റ് ചെയ്ത് ഫംഗ്ഷനായി വരാൻ 1 year എടുക്കും. അത് ക്ലിനിക്കലി നമുക്കേ അറിയാവൂ. പക്ഷെ പേഷ്യന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഉടനടി ഒരു റിസൾട്ട് വേണമെന്നായിരിക്കും ചില ഇത്. പക്ഷെ നമ്മൾ ഓൾറെഡി പറയും, കൗൺസിലിംഗിൽ പറയും 1 year വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടേ നമ്മൾ ചെയ്തുള്ളൂ. അപ്പൊ ആ കോസ്മെറ്റിക് സർജറിക്ക് അത്രയും. പിന്നെ നമ്മുടെ എന്തുവാണ് ഇപ്പം പല്ല് കമ്പിയിടും, നേരെ തെറ്റുന്ന പ്രശ്നമുള്ള പേഷ്യന്റിന് നമുക്ക് 1 year, അത് 1 year ആണ് അതിന്റെ ചികിത്സ. മോണരോഗ ചികിത്സയ്ക്കുള്ള 2 ആഴ്ച അങ്ങനത്തെയാണ്. പലതരം വ്യത്യാസങ്ങളാണ് എല്ലാ ട്രീറ്റ്മെന്റിനും. ഓക്കെ ഡോക്ടർ, നമ്മുടെ പരിപാടിയുടെ ആ ഒരു അവസാന ഘട്ടമായിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് ഡോക്ടറിന് പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമുക്ക് മറ്റു ശരീരഭാഗങ്ങൾ പോലെ തന്നെയാണ് ഡെന്റൽ, അതായത് പല്ലിന്റെയും മോണയുടെയും പ്രശ്നങ്ങൾ. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. കാരണം മെഡിക്കൽ ഇതിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ ഡയബറ്റിക് കോമൺ ആയിട്ട് കാണുന്ന അസുഖം, പിന്നെ സ്ട്രോക്ക്, അങ്ങനത്തെ അസുഖങ്ങളുണ്ട്. പക്ഷേ ഈ പല്ലുമായിട്ട് എല്ലാ അസുഖങ്ങൾക്കും റിലേഷനുണ്ട്. അത് ആർക്കും അറിഞ്ഞുകൂടാത്തതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക്കും മോണരോഗമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതേപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും പല്ലൊരു മെയിൻ പ്രശ്നമാണ്. കാരണം പല്ലിൽ ഇൻഫെക്ഷൻ കൊണ്ട് ഹൃദയ ധമനികളിൽ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ വാൽവുകളിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് ആർക്കും ഒരു അവയർനെസ് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ മറ്റു ഭാഗങ്ങളെ സംരക്ഷിക്കുന്ന പോലെ തന്നെ പല്ലും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മോണയുടെ ഭാഗങ്ങളും എല്ലാവരും ഒരു പ്രത്യേകം കെയർ കൊടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ 2 നേരം എല്ലാവരും ബ്രഷ് ചെയ്യണമെന്ന് വേണം എന്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ നമുക്ക് രാവിലെ പല്ല് നമ്മൾ എന്തായാലും തേക്കാറുണ്ട്, പക്ഷെ ഈവനിങ്ങിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. നമ്മൾ കേരളത്തിലുള്ളവർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും ഈവനിങ്ങിലാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു
ടൈമിങ് നമ്മുടെ ആ ജോലിയുടെ ടൈമിങ് വെച്ചിട്ട് അപ്പം ഈവനിങ് എല്ലാവരും നമ്മൾ ആ ഫോൺ നോക്കുന്ന ആ സമയത്ത് കുറച്ച് കിടക്കുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ഇതിനുവേണ്ടി ചിലവാക്കിയാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഡോക്ടർ വിമൽ രാജാണ്. ഡോക്ടറിന്റെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും റേഡിയോ ബെൻസിക്കിന്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി. താങ്ക് യു.